വാർത്തകൾ നടക്കുന്നുണ്ട്. സാധാരണഗതിയിൽ അത് ഉണ്ടാകുകയും വേണം. പക്ഷേ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മോചിപ്പിക്കാൻ ഇസ്ലാമാണോ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുമ്പോൾ നാളെ ഇന്ത്യയെ ഇസ്ലാം മത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് തന്നെയല്ലേ ആ മനസ്സിലാക്കുന്നത്? എന്താ അതിന്റെ ധ്വനി? ഇത് ആദ്യകാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനയായിട്ടുള്ള സിമി എന്ന് പറയുന്ന സംഘടനയുടെ ആപ്തവാക്യമായിരുന്നു. അത് തന്നെയാണ് ഈ നൂറുകണക്കിന് ആയിരക്കണക്കിന് തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കി ഇവരെല്ലാവരും പ്രതിനിധാനം ചെയ്യുന്ന ആശയവും ഇത് തന്നെയാണ്. ഇന്ത്യയെ മതവൽക്കരിക്കുക. ഇപ്പോ കണ്ടില്ലേ, 5000 സ്ത്രീകളെ വന്ധ്യംകരണം നടത്തിയത് ഒരു സ്ത്രീ ആയിരുന്നു, ഒരു ഡോക്ടർ. ഇപ്പോ വൈറ്റ് കോളർ ഭീകരതയാണ് നമ്മുടെ കേരളം ചൂടുപിടിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെയാ വിശ്വസിക്കുക? മതേതരന്മാരാണ്, മതേതര വിശ്വാസികളാണ്. പക്ഷേ മതത്തിൽ നിന്നും വിഭിന്നമായിട്ട് ഒരു ഇതരത്വം സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യത്ത് മതവും രാഷ്ട്രീയവും രണ്ടാണ് എന്ന് പറഞ്ഞിരുന്ന സംഘടനകൾ പോലും ഇപ്പോൾ മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കലർത്തിയിരിക്കും. പണ്ട് ജമാഅത്തെ ഇസ്ലാമി രൂപം കൊണ്ട സമയത്ത് അബുൽ അല മൗദൂദിയുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യമായിരുന്നു ലോകത്തെ മതവൽക്കരിക്കുക. അതിന്റെ ഭാഗമായിട്ട് ആദ്യം ഇന്ത്യയെ മതവൽക്കരിക്കുക എന്നത്. ഈ സ്വതന്ത്ര ഭാരതം ഇങ്ങനെ തന്നെ സ്ഥിതി ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായിരുന്ന വ്യക്തി മുഹമ്മദ് അലി ജിന്നയാണ്. മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ ഭാഗിച്ചു പോകുമ്പോൾ തന്നെ പറഞ്ഞത്, ഇന്ത്യ ഒരു മതേതര രാജ്യമായി നിലകൊള്ളുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു ഹൈന്ദവ രാഷ്ട്രമാകുന്നതായിരുന്നു എന്നായിരുന്നു. പക്ഷേ അംബേദ്കറിനെ പോലെയുള്ള ആളുകൾക്ക് ഈ രാജ്യം ഇങ്ങനെ തന്നെ നാനാത്വത്തിൽ ഏകത്വം സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറണമായിരുന്നു. അങ്ങനെ ഒരു ബഹുസ്വരതയെ പുൽകുന്ന എല്ലാ മതവിഭാഗങ്ങളും അവനവന്റെ മതമനുസരിച്ച്, അവനവന്റെ ആശയമനുസരിച്ച്, നിലപാടുകൾ അനുസരിച്ച്, അവനവന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞും ഇഷ്ടമുള്ള മതം സ്വീകരിച്ചും നിരാകരിച്ചും മുന്നോട്ട് പോകത്തക്ക രൂപത്തിൽ ഒരു രാഷ്ട്രമായി, ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഇത് നിലനിൽക്കണം എന്നാണ് ഡോക്ടർ ബി അംബേദ്കറിനെ പോലെയുള്ള ആളുകൾ ആഗ്രഹിച്ചത്. പക്ഷേ പിൽക്കാലത്ത് വന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തെ വീണ്ടും മതവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ കേരളത്തിന്റെ ഭരണം ഞങ്ങൾ പിടിക്കും. എങ്ങനെ? സമുദായത്തിന് വേണ്ടി. കെ.എം. ഷാജി പറഞ്ഞതാ. ഇപ്പോ ഇതാ ജമാഅത്തെ ഇസ്ലാമിക്കാരും അതുപോലെ SDPIക്കാരും ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ ഒരുപാട് പ്രഖ്യാപിത ലക്ഷ്യങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുവാണ്. ഞങ്ങളെ വിജയിപ്പിക്കുക, എന്നാൽ നിങ്ങളുടെ വീടുകളിൽ അരിയും മലരും കുന്തിരിക്കവും സൗജന്യമായിട്ട് ഞങ്ങൾ എത്തിച്ചു തരാമെന്ന്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന ഒരു മുദ്രാവാക്യം ആദ്യം മുന്നോട്ട് വെച്ച സംഘടന ജമാഅത്തെ ഇസ്ലാമിയുടെ ആശീർവാദത്തോടു കൂടി രൂപം കൊണ്ട അലിഗഡിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യകാല രൂപമായിട്ടുള്ള അൽ ഖ്വയ്ദ, നമ്മുടെ ഇന്ത്യയില് കേരളത്തില് സിമി എന്ന് പറയാം. 2001 മുതൽ ഈ സംഘടനയ്ക്ക് പല രാജ്യങ്ങളിലും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിരോധനം ശരിവച്ചിരിക്കുകയാണ് സുപ്രീം കോടതി പോലും. അങ്ങനെയാണ് സിമിയുടെ നിരോധനം അങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് സുപ്രീം കോടതി പറയാനും കാരണം ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന രൂപത്തിലാണ് അവർ അവരുടെ ആശയം മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു പ്രൈമറി സ്കൂളിലെ ഒരു ചെറിയ കുട്ടി പോലും ഇന്ന് പറയും. കാരണം ഈ രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രി ഉണ്ട് എന്ന് അറിയാം അവർക്ക്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അവർ ഗാന്ധി എന്ന് പറയും. ഒരു പ്രൈമറി വിദ്യാർത്ഥി പോലും പറയും. കാരണം ആ രൂപത്തിൽ നമ്മുടെ രാജ്യത്ത് അത്തരം ആശയങ്ങൾ, അഹിംസയിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു മഹാവ്യക്തിത്വമാണ് ഗാന്ധി എന്ന് എല്ലാ കുട്ടികളും പറയും. ഇപ്പോ ഗാന്ധിയുടെ മരണത്തെ കുറിച്ച് ചോദിച്ചാലും അവർ പറയും, അതെ, നാഥുറാം വിനായക് ഗോഡ്സെ ആണ് ഗാന്ധിയെ വെടിവെച്ചു കൊന്നത്. ശരിയാണ്. ഇത്
ഒരു പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്ന ഒരു കുട്ടിക്ക് പോലും അറിയാം. പക്ഷേ ഭഗത് സിംഗിന്റെ, രാജ്ഗുരുവിന്റെ, സുഖ്ദേവിന്റെ, ഉദ്ധം സിംഗിന്റെ, ഖുദിറാം ബോസിന്റെ, ആസാദിന്റെ, സുഭാഷ് ചന്ദ്രബോസിന്റെ ബ്രിട്ടീഷ് ശക്തിയെ അമ്പരപ്പിച്ച് സായുധ പോരാട്ടങ്ങളെ മറപിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഇത്തരം വ്യക്തിത്വങ്ങളെ കുറിച്ച് ആര് പറയും? ബ്രിട്ടീഷുകാര് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വളരെ പ്രധാനമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. അതിൽ നെഹ്റുവും ഗാന്ധിയും ഉണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്നാമത്തത് രണ്ടാം ലോക മഹായുദ്ധം. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അതിനോടകം തന്നെ എല്ലാം ഊറ്റിയെടുത്ത് ചണ്ടിയായി കഴിഞ്ഞിരുന്ന കോളനികൾ നിലനിർത്തുന്നത് ബാധ്യത ആയി കഴിഞ്ഞു. അതിനുള്ള സാമ്പത്തിക ശേഷി ബ്രിട്ടന് നഷ്ടപ്പെട്ടു. തുടർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെ 1945 ജോസഫ് സ്റ്റാലിൻ, അതുപോലെ ഫ്രാങ്ക്ലിൻ റോസ്വെൽറ്റ്, വിൻസ്റ്റൺ ചർച്ചിൽ, ഇവരെല്ലാവരും കൂടി വിൻസ്റ്റൺ ചർച്ചിൽ ഒരുമിച്ച് കൂടുവാണ്. അങ്ങനെ യാൾട്ടൺ ഉച്ചകോടിയിൽ വെച്ച് കോളനികളെ സ്വതന്ത്രമാക്കാനുള്ള തീരുമാനം ഒന്നാമതായി എടുക്കുന്നതിന്റെ കാരണം നിലനിർത്തി കൊണ്ടുപോകാൻ ഫിനാൻഷ്യലി പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ സാങ്കേതികമായിട്ടും അവർക്ക് ഒരുപാട് പിഴവുകൾ പറ്റിപ്പോയി. രണ്ടാമത്തത് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്, ആസാദ്, ഖുദിറാം ബോസ്, ഉദ്ധം സിംഗ്, ഇങ്ങനെ നിരവധി ദേശസ്നേഹികൾ നടത്തിയ സായുധ പോരാട്ടങ്ങളായിരുന്നു ബ്രിട്ടീഷുകാരെ തറ പറ്റിച്ചത്. നിറപുഞ്ചിരിയോടെ രാജ്യത്തിനു വേണ്ടി, ഈ ഇന്ത്യ മഹാരാജ്യത്തിനു വേണ്ടി, ബ്രിട്ടീഷുകാരുടെ ഉരുക്കുമുഷ്ടിയിൽ നിന്ന് ഈ ഭാരതം സ്വതന്ത്രമാകുന്നതിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും യാതൊരു ഭയവുമില്ലാതെ ചിരിയോടുകൂടി, പുഞ്ചിരിയോടുകൂടി തൂക്കുമരങ്ങളെ പുൽകിയ ഇത്തരം ഈ രാജ്യസ്നേഹികളുടെ അചഞ്ചലമായ ധൈര്യം ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തിയത് കുറച്ചല്ല. ആരാച്ചാർമാർ വരെ ഇവരെ തൂക്കിലേറ്റാൻ ഭയപ്പെട്ട് പിന്മാറുന്നു ഇവരുടെ രാജ്യസ്നേഹത്തിന് മുന്നിൽ. അവരൊക്കെയാണ് ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കിയത്. പിന്നെ നമുക്കറിയാം, നേതാജി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റിയ, ചരിത്രങ്ങളിൽ സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെടേണ്ടുന്ന ഒരു പേരാണ് ശ്രീ സുഭാഷ് ചന്ദ്രബോസ്. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രം യഥാവിധി പഠിക്കുന്ന ഏതൊരാൾക്കും സുഭാഷ് ചന്ദ്രബോസിനെ മാറ്റി നിർത്തിയിട്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത്, അതുപോലെ INA ബ്രിട്ടീഷ് സേനയുമായി നേരിട്ട് ഏറ്റുമുട്ടിയതുമൊക്കെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഈ രാജ്യ സ്നേഹം ഊട്ടി ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ്. യുദ്ധത്തില് ഇന്ത്യൻ നാഷണൽ ആർമി പരാജയപ്പെട്ടെങ്കിലും ഒരു ഇന്ത്യൻ സേന സൈനികമായി തന്നെ ബ്രിട്ടീഷ് സൈന്യവുമായി ഏറ്റുമുട്ടാൻ ധൈര്യപ്പെട്ടത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുണ്ടാക്കിയ ഡാമേജ് വളരെ വലുതായിരുന്നു. അതുവരെ ഈ താന്തിയ തോപ്പിയൊക്കെ വികസിപ്പിച്ചെടുത്ത ഗറില്ല യുദ്ധമുറകളുണ്ടല്ലോ, ഒളിയാക്രമണങ്ങൾ, ഇതുമാത്രം നടത്തിയിരുന്ന ഇന്ത്യൻ വിപ്ലവകാരികൾ ഒരു സൈന്യവുമായി നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടത് ബ്രിട്ടീഷുകാർക്ക് അവരുടെ ഇന്ത്യയുടെ നിലനിൽപ്പിന് ഇനി അധികം ആയുസില്ല എന്ന് തിരിച്ചറിവിന് കാരണമായി. അതോടെ പിടിയിലായ ഈ INA സമരഭടന്മാരുണ്ടല്ലോ, അവരെ രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണ ചെയ്തപ്പോൾ മുഴുവൻ ഇന്ത്യക്കാരിലും പ്രതിഷേധമുയർന്നു. അതും ബ്രിട്ടീഷ് സേനയെ ഭയപ്പെടുത്തി. ബ്രിട്ടീഷ് സേനയിലെ ഇന്ത്യൻ സൈനികർ പോലും അവരെ രാജ്യസ്നേഹികളായി കണ്ടു. ബ്രിട്ടീഷുകാർക്ക് അവരുടെ സേനയിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ അത് കാരണമായി. ഇതിനെല്ലാം ഉപരിയായി 1946 ഫെബ്രുവരിയിൽ നടന്ന ഒരു നേവി കലാപം ബ്രിട്ടീഷുകാരുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയുമടിച്ചു. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന വാക്യമാണ് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ അന്ന് 20,000-ഓളം നാവികർ നേതാജി സുഭാഷ് ചന്ദ്രബോസിനും അതുപോലെ INAയ്ക്കും ജയ് വിളിച്ചുകൊണ്ട് നടത്തിയ കലാപം ബ്രിട്ടീഷുകാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. കാരണം അവരുടെ ഈ ചില്ലത്തിൽ പോലും
ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന സമരഭടന്മാരുണ്ട് എന്ന് ബ്രിട്ടീഷുകാർ തിരിച്ചറിഞ്ഞു. സ്വന്തം സേന പോലും തങ്ങൾക്കെതിരെ കലാപം നടത്തും എന്ന ഘട്ടത്തിൽ ഇനിയും ഇന്ത്യയെ അധിക നാൾ അടിമകളായി നിലനിർത്തി നമുക്ക് ഭരിക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിലേക്ക് ബ്രിട്ടീഷ് സൈന്യം എത്തിച്ചേർന്നത് അത്തരം കലാപങ്ങൾ കാരണം. ഇതൊക്കെ കൊണ്ട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന വസ്തുത നല്ലതുപോലെ മനസ്സിലാക്കി ബ്രിട്ടീഷ് സാമ്രാജ്യം ഭാരതത്തെ സ്വതന്ത്രമാക്കി മാറ്റുകയാണ്. ഞങ്ങളില്ലെങ്കിലും ഞങ്ങളുടെ അജണ്ട ഞങ്ങളെക്കാൾ നന്നായി ഇവിടെ നടപ്പാക്കുമെന്ന് ഉറപ്പുള്ളവരെ സ്വാതന്ത്ര്യ സമര നായകരായി പ്രതിഷ്ഠിച്ചു, അവരെ തന്നെ ഭരണമേൽപ്പിച്ചും ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്നതുപോലെ എഡ്വീനയുടെ ഭർത്താവ് മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ ഗവർണർ ജനറലാക്കിയും കൂടെയുള്ള ഭരണ കൈമാറ്റവും ഒക്കെ നടത്തി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു. രക്തം ചീന്തിയ പോരാട്ട വീര്യത്തോടുകൂടി കൈത്തോക്കുകളും കൈബോംബുകളും ഗറില്ല യുദ്ധമുറകളും കലുഷിതമാക്കിയ സമര കൗമാരങ്ങള് തൂക്കുമരങ്ങളിൽ തീർത്ത വസന്തങ്ങളാൽ പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തെ ഉപ്പുകുറുക്കി ചർക്ക തിരിച്ച് അഹിംസ, സഹനം, ഒരു കർണം തടിച്ചാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കുക, ഇങ്ങനെ സ്വാതന്ത്ര്യമാക്കിയതാണ് ഈ ഭാരതത്തെ എന്ന് നിങ്ങൾക്ക് ഇനിയും ചിന്തിക്കാൻ കഴിയുന്നെങ്കിൽ യഥാർത്ഥ ചരിത്രത്തിലേക്ക് നിങ്ങൾ ഇനിയും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ കപട നായക ചരിത്രത്തിൽ നിന്നുകൂടി നമ്മൾ മോചിതരാകേണ്ടതുണ്ട്. നമ്മൾ പൊരുതി നേടിയ സ്വാതന്ത്ര്യമാണ്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന വാക്യത്തിലൂടെ ശരിക്കു പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അടിമപ്പെടുത്തുന്നതിനേക്കാൾ വളരെ നന്നായി നമ്മുടെ ലക്ഷ്യം നേടാൻ നെഹ്റു കുടുംബത്തിന് സാധിക്കുമെന്ന് ബ്രിട്ടീഷുകാർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കുറിച്ച് ശരിക്കും അറിയുന്നത് കൊണ്ടാണ്, ശരിക്കും ഇവരെ കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് രാജ്യത്തിന് ഇങ്ങനെ കൂടി ചില സമര പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. അതല്ലാതെ ഉപ്പു സത്യാഗ്രഹത്തിലൂടെയും അഹിംസയിലൂടെയും അല്ല ഈ രാജ്യം സ്വതന്ത്രമായിട്ടുള്ളത്. ഇന്നലെ വരെ നമ്മൾ പഠിച്ച ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ കേട്ട, നമ്മൾ പഠിച്ച, നമ്മളെ പഠിപ്പിച്ച ഇന്ത്യയല്ല ഇത്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന ആപ്തവാക്യം കൊണ്ട് ഇന്നും ഇതാ തെരഞ്ഞെടുപ്പിനു വേണ്ടി അവരിറങ്ങിത്തിരിക്കുമ്പോൾ ഈ രാജ്യത്തെ അവർ ഏത് രൂപത്തിലാണ് വീണ്ടും അടിമപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി, മനസ്സിലാകും. ജമാഅത്തെ ഇസ്ലാമികളുടെ കരങ്ങളിലേക്ക് ഈ രാജ്യത്തെ വെച്ചു കൊടുക്കുന്നതിലൂടെ നാളെ ഇന്ന് അനുഭവിക്കുന്ന ബംഗ്ലാദേശിന്റെ ചരിത്രം ഊറിപ്പറഞ്ഞും ഏറിപ്പറഞ്ഞും നമ്മളും പരിതപിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും. ഒരു സംശയമില്ല. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നത്. ഞാനിനി നോക്കിക്കോ, നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഇത്രയും വളരെ സുരക്ഷിതരാണ് എന്ന ഒരു ബോധമെങ്കിലും നമുക്കുണ്ടാകുന്നത്. അതല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. പോപ്പുലർ ഫ്രണ്ടിനെ ഒന്നും തളയ്ക്കാൻ പറ്റാതെ, SDPIയെ നിരീക്ഷിക്കാൻ സാധിക്കാതെ, EDയും NIAയും ഒക്കെ ഈ രാജ്യത്ത് ധർമ്മം പാലിക്കപ്പെടാൻ സാധിക്കാതെ എന്തായി തീരുമായിരുന്നു ഈ രാജ്യം എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്നലെ മറ്റൊരു വാർത്ത നിങ്ങൾ ഇന്ന് രാവിലെ കണ്ടിരുന്നു. നരേന്ദ്രമോദിക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച ദക്ഷിണാഫ്രിക്കൻ ജനതയെ കണ്ടിരുന്നു. ഇതുപോലെ ഒരു വരവേൽപ്പ് പ്രേമരാജൻ ഹായ്. ഇതിനു മുമ്പ് ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു നേതാവിന് ലഭിച്ചതായിട്ട് നമ്മൾ ചരിത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടോ? ഇല്ല. നരേന്ദ്രമോദിയെ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗില് പാരമ്പര്യ രീതികളോടുകൂടി ദക്ഷിണാഫ്രിക്കൻ ജനത കിടന്ന് അവരെ സാഷ്ടാംഗം പ്രണമിച്ചിട്ടാണ് നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത്. കാരണം എല്ലാ രാജ്യത്തിനും പ്രധാനമന്ത്രിമാരും രാജാക്കന്മാരും ഒക്കെ ഉണ്ട്. പക്ഷേ നരേന്ദ്രമോദിയെ സാഷ്ടാംഗം പ്രണമിക്കുന്ന
ഭാരതത്തിലെ ഡീപ്പ് സ്റ്റേറ്റ് ക്രിമികൾക്ക് സഹിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ നരേന്ദ്രമോദി എത്രമാത്രം ഈ രാജ്യത്തിനു വേണ്ടി അപകടകരമായ രാജ്യസ്നേഹി എന്നറിയപ്പെടുന്ന നരേന്ദ്രമോദി രാജ്യത്തിനു വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ, പ്രവൃത്തികൾ ലോകമൊട്ടുക്കും വൈറലായിരിക്കും. അതുകൊണ്ടാണ് ഇതുപോലൊരു വരവേൽപ്പ് ഇതിനു മുമ്പ് ഈ രാജ്യം ഭരിച്ച ഏതെങ്കിലും അപ്പനമ്മുമ്മമാർക്ക് ലഭിച്ചതായിട്ട് അറിയാം? ഏതെങ്കിലും പപ്പുമാർക്ക് ലഭിക്കുമോ? ഭരിക്കാൻ ഡിഗ്രികളല്ല വേണ്ടത്. ഒരുത്തി വന്നിട്ട് ചായക്കടക്കാരൻ മോദി ഡാഷിന്റെ മോനെ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോ നരേന്ദ്രമോദി ഇനിയും നിങ്ങൾക്ക് പിന്നോട്ട് പോകാൻ ഇടമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെണ്ണൊരുത്തി വന്നിട്ടുണ്ടായിരുന്നു. ഇവരെയൊക്കെ ഇളക്കി വിട്ട് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ശരിക്കും ഈ രാജ്യത്തിന്റെ സുരക്ഷ തകർത്തുകൊണ്ടിരിക്കും. ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ കൈകളിൽ വച്ചു കൊടുക്കുന്നതിനു വേണ്ടി എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലേ? പിടിച്ചെടുത്ത ആയുധ ശേഖരം കണ്ടിരുന്നു ജമ്മു കാശ്മീരിൽ നിന്ന്. ഈ രാജ്യത്തെ തകർക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ആയുധ ശേഖരങ്ങളും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുങ്ങിക്കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ ഗ്രനേഡുകളുമായി മലപ്പുറത്തും പാലക്കാട്ടും തിരുവനന്തപുരത്തുമൊക്കെ ആയുധ ശേഖരങ്ങളുമായിട്ട് ആളുകളെ പിടിക്കുക. എല്ലാം മുറിയന്മാർ. എന്തിനാണ് ഇവരിതൊക്കെ സൂക്ഷിക്കുന്നത്? ചൈനീസ് പിസ്റ്റളുകളാണ് ഇപ്പൊ കാശ്മീരിൽ പിടിച്ചത്. കഴിഞ്ഞ ദിവസം വെഞ്ഞാറമ്മൂടാണ് ഐസിസിലേക്ക് പോകാൻ 16-കാരനെ പ്രേരിപ്പിച്ച മാതാവിന്റെ വിഷ്വൽസ് നമ്മൾ കണ്ടത്, വാർത്ത നമ്മൾ കണ്ടത്. രണ്ടാനച്ഛനും സപ്പോർട്ട്. ഇവിടെ മലപ്പുറത്ത് നിന്ന് ഷമീർ എന്ന യുവാവിനെ പിടിക്കുമ്പോൾ 2000 പിസ്റ്റളുകൾ. ആരെ കൊല്ലാൻ? എണ്ണമറ്റ ഉണ്ടകൾ. ആർക്ക്? ആരുടെ തലയ്ക്ക് വെടി ഉതിർക്കുന്നതിന് വേണ്ടിയാണ് ഇവരിതൊക്കെ സ്വീകരിച്ചത്, ഇവരിതൊക്കെ സ്വരൂപിച്ചത്. മലപ്പുറത്ത് എടവണ്ണയിലെ ഒരു മുഹമ്മദ് കാക്കായെ പിടിച്ചപ്പോൾ അവന്റെ വീട് നിറയെ ആയുധ ശേഖരങ്ങൾ. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ഒരു മുറിയനെ പിടിച്ചപ്പോൾ അവന്റെ കയ്യിലും ആയിരക്കണക്കിന് ഗ്രനേഡുകളും സ്ഫോടക വസ്തുക്കളും ഒക്കെ. ഇപ്പോ ചൈനീസ് പിസ്റ്റളുകള്, ഗ്രനേഡുകള്, വെടിയുണ്ടകളൊക്കെ അടങ്ങുന്ന വലിയ വൻ ആയുധ ശേഖരം കണ്ടെടുത്തിരിക്കുന്നു ഇപ്പോൾ സൈന്യം. ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ നിന്നാണ് ഭീകരരുടെ ഒളിത്താവളം തകർത്ത് ആയുധങ്ങൾ കണ്ടെടുത്തത്. പ്രദേശത്ത് ശക്തമായിട്ടുള്ള തെരച്ചിൽ നടന്നു വരുവാണ്. ഇതാരെ കൊല്ലാനാണ്? ഭീകരതയുടെ ഒളിത്താവളമാണ് ഇന്ത്യൻ സേന തകർത്തത്. ഈ ഇന്ത്യൻ സൈന്യം ജീവനും ജീവിതവും ഈ രാജ്യത്തിനു വേണ്ടി ബലിയർപ്പിച്ച് ഇത്തരം ഭീകരന്മാരെ തളയ്ക്കുന്നതിനു വേണ്ടി തയ്യാറെടുക്കുന്നത് കൊണ്ടും അവരുടെ ആ കർമ്മ നിരതരായിട്ടുള്ള പ്രവർത്തന മികവ് കൊണ്ടുമാണ് ഇത്തരം ഭീകരന്മാരെ തളയ്ക്കാൻ സാധിക്കുന്നത്. എത്ര ഗോളുകൾ തടഞ്ഞാലും ഒരു ഗോളിന് വഴങ്ങിയാൽ ആ വഴങ്ങിയ ഗോളായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും അവരെ വിജയിപ്പിക്കുന്നതും എന്നതുപോലെ തന്നെ എത്ര ഭീകരാക്രമണങ്ങൾ തടഞ്ഞാലും ഇന്ത്യൻ സേനയ്ക്ക് കൈയടിയില്ല. ഇന്ത്യൻ സേന അത് ആഗ്രഹിക്കുന്നുമില്ല. ഇന്ത്യയുടെ കരനാവിക വ്യോമസേനാ സൈനികർ ഈ രാജ്യത്തിനു വേണ്ടി നെഞ്ചും വിരിച്ച് കണ്ണിലെണ്ണയൊഴിച്ച് കുടുംബത്തെയൊക്കെ ബഹിഷ്കരിച്ച് ചൂടെന്നും വെയിലൊന്നുമില്ലാതെ, രാവെന്നും പകലൊന്നുമില്ലാതെ, മഴയെന്നും കാറ്റെന്നുമില്ലാതെ അതിർത്തികളിൽ ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കാനും ജീവൻ എടുക്കാനും സന്നദ്ധരായി ആ അതിർത്തിയിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ കിടന്ന് പൊളയ്ക്കാൻ കഴിയുന്നത്. എന്നിട്ട് അതിലെ ഒരു സൈനികർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് പിണഞ്ഞാൽ, അവര് മരിച്ചാൽ
ഉടനെ ആ വാർത്തയുടെ താഴെ വന്ന് ഇമോജിയിട്ട് ആസ്വദിക്കുന്ന തന്തയ്ക്ക് പിറക്കാത്ത നാറികൾക്ക് വേണ്ടി കൂടിയാണ് അവർ ജീവൻ പൊലിഞ്ഞത് എന്നത് മറക്കരുത്. ഇന്ത്യയെ മോചിപ്പിക്കാൻ ഇസ്ലാം വരുമെന്നോ? ഇസ്ലാം വരുമെന്നോ? ഈ ഭീകരന്മാരുടെ ഒളിത്താവളങ്ങളിലേക്ക് ഇരച്ചു കയറി വലിയ രൂപത്തിൽ ആയുധ ശേഖരം സൈനികർ കണ്ടെടുക്കുകയാണ്. M4 അസോൾട്ടിന്റെ റൈഫിളുകൾ മുതൽ കൂടിയ ഗ്രനേഡുകൾ വരെ. അങ്ങനെ ആ പ്രദേശം മുഴുവനും വലിയ രൂപത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ് സൈനികർ. ഇവരെ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. അവരുടെ ഇടയിലേക്ക് ഈ രാജ്യത്തിന്റെ സൈനികർ കയറി ചെല്ലുവാണ്. അവരുടെ കയ്യിൽ മാരകമായ ആയുധങ്ങൾ ഉണ്ടാകാം. അവരോടി വന്ന് കെട്ടിപ്പിടിച്ച് ഒരു പക്ഷേ ഈ രാജ്യത്തെ നൂറുകണക്കിന് സൈനികരെ ഇല്ലാതാക്കിയേക്കാം. എന്നാലും ശരി, എന്റെ രാജ്യത്തിന്റെ സുരക്ഷ എന്റെ കരങ്ങളിൽ അർപ്പിച്ചിട്ടാണ് എന്റെ സഹോദരങ്ങൾ സുരക്ഷിതരായി അവരുടെ കാര്യങ്ങളിൽ വ്യാപരിക്കുന്നത് എന്ന ഓർമ്മ നിലനിർത്തി തന്നെ അവരുടെ താവളങ്ങളിലേക്ക് ഇരച്ചു കയറുമ്പോൾ തിരിച്ചു വരും എന്ന് യാതൊരു ഉറപ്പുമില്ല നമ്മുടെ രാജ്യത്തിന്റെ സൈനികർക്ക്. നമുക്ക് വേണ്ടി ജീവൻ പൊലിയുമ്പോൾ ആ വാർത്തയുടെ താഴെ വന്ന് ഇമോജി ഇടാൻ മനസ്സ് കാണിക്കുന്ന ആളുകളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ശരാശരി ഒരു മുസ്ലിം ഇന്ത്യൻ ആർമിയെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇനി അയാള് ഒരു മത പുരോഹിതനാണെങ്കിൽ പറയാനുമില്ല. ഇന്ത്യൻ ആർമി അവർക്ക് കൊലയാളികളാണ്. ആരെയാ ഇന്ത്യൻ ആർമി കൊല്ലുന്നത്? ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരന്മാരെ, ടെററിസ്റ്റുകളെ. ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാൻ സന്നദ്ധരായി വരുന്ന ഭീകരന്മാരെ പിന്നെ എന്ത് ചെയ്യണം? കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് പിടിച്ചിരുത്തി പൂമാലയിട്ട് സ്വീകരിച്ച് അവാർഡും റിവാർഡും ഒക്കെ നൽകണോ? ഒരു ശരാശരി മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ആർമി എന്നാൽ അവർക്ക് ബലാത്സംഗികളാണ്. ഞാനാണോ പഠിപ്പിച്ചത് എന്ന് റാഷിദ അവിടെ നിന്ന് കേൾക്ക്. എന്നാ ഇന്ത്യൻ ആർമിയെ കുറിച്ച് ഒരു ശരാശരി മുസ്ലിം പുരോഹിതൻ സ്വന്തം കമ്മ്യൂണിറ്റിയെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് കേട്ടിട്ട് പോയാ മതി. നിങ്ങളെയൊക്കെ മര്യാദ പഠിപ്പിച്ചിട്ടേ പോകുന്നു. ആരാണിത് പഠിപ്പിക്കുന്നത് നിങ്ങളും കൂടി അറിയണമല്ലോ. ഞാനാണോ പഠിപ്പിക്കുന്നത്? മുസ്ലിം പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ റെസ്പെക്ട് ചെയ്യാനാണോ അവർ പഠിപ്പിക്കപ്പെടുന്നത്? അതോ പാകിസ്ഥാൻ, അഫ്ഗാൻ, ബംഗ്ലാദേശ് എന്നൊക്കെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ചാവേറുകൾക്കെതിരെ ആയുധം ഉയർത്തരുത്, അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യൻ ആർമിയിൽ പ്രവർത്തിക്കരുത് എന്നാണോ പഠിപ്പിക്കുന്നത് എന്നറിയണ്ടേ? കേട്ടിട്ട് പോയാൽ മതി. അവിടെ നിൽക്ക്, ഇതൊന്ന് കണക്ട് ആയിക്കോട്ടെ. നിന്റെയൊക്കെ സകല വേലത്തരങ്ങളും തീർക്കും. നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കുക തന്നെ ചെയ്യും കേട്ടോ. നവാസ് മന്ന മുനാഫിക്കായ മറ്റൊരുത്തനാണല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണർ. മറ്റൊരു മുനാഫിക്കാണ്. ഈ മുനാഫിക്ക് വിവരം കൊടുക്കുന്നു, ഇവിടെ കേരള സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, കേരള പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കലാപം ഉണ്ടാകിട്ട് ഇങ്ങനെ സ്പ്രെഡാവുകയാ, ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കത്തിക്കുത്തുകളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് പട്ടാളത്തിലേക്കുമോ എന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു. ഇതൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ ഇന്ത്യയുടെ പട്ടാളം വരികയാണ്. HMP കോളനിയിൽ ഇന്ത്യയുടെ പട്ടാളം വന്നു കഴിഞ്ഞാൽ കാരുണ്യമില്ലാത്തവരാ സഹോദരാ, കരുണയില്ലാത്തവന്മാരാ, നരകത്തിന് വേണ്ടിയുള്ള പടച്ച ഒരു വിഭാഗം കശ്മലന്മാരാ. ഈ കശ്മലന്മാര് വന്നാൽ ഇവിടുത്തെ പ്രായാധിക്യം വന്ന ഉപ്പാപ്പമാരെ പിതാക്കന്മാരെ തല്ലിച്ചതച്ചടിച്ചു കൊല്ലുമ്പോ ബാക്കിയുള്ള യുവാക്കളെ വെടിവെച്ച് വീഴ്ത്തുന്നു. എന്നിട്ട് നമ്മുടെ ജീവന തുല്യ സ്നേഹിക്കുന്ന പെൺമക്കളെ ബലാത്സംഗം ചെയ്യൂ. നമ്മുടെ പാവപ്പെട്ട സഹോദരിമാരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യൂ. അത് നാളത്തെ സുപ്രഭാതത്തിലായി കൂടുന്നുണ്ടോ? ഇതൊക്കെ നടന്നല്ലേ മറ്റ് സ്റ്റേറ്റുകൾ നമ്മൾ കണ്ടത്. കാശ്മീരിന്റെ അവസ്ഥ എന്താ?
എങ്ങനെയുണ്ട്? ഇന്ത്യൻ ആർമി കശ്മലന്മാരാണ്, കാപാലികന്മാരാണ്, ബലാത്സംഗികളാണ് എന്ന് ഒരു മുസ്ലിം പുരോഹിതൻ തന്റെ സമുദായത്തെ ബോധവൽക്കരണം നടത്തുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ അപകടകരമായിട്ടുള്ള പോക്കിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു. മാധ്യമങ്ങളിൽ കൂടെ ഈ വാർത്ത വൈറലാകുകയും ഒരുപാട് ആളുകൾ ഒപ്പിയെടുക്കുകയും ചെയ്യാൻ സാധ്യതയുള്ള സാഹചര്യമുള്ള ഈ കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ ഇവർക്ക് പബ്ലിക്കിൽ പ്രസംഗിക്കാൻ കഴിയുന്നെങ്കിൽ ഇവരു മാത്രമുള്ള, ക്യാമറ കണ്ണുകളില്ലാത്ത, ഡിജിറ്റൽ രേഖകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ആലയങ്ങളിൽ ഇവരെന്തായിരിക്കും പറയുന്നത് എന്ന് ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു. വെറുതെ ആണോ നമ്മൾ പറയുന്നത് എന്നെങ്കിലും അറിയാമല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കുന്ന ഓരോ ആളിനും, ഓരോ മുസൽമാനും ഇത് തന്നെയല്ലേ അഭിപ്രായം, അല്ലേ? അപ്പൊ പിന്നെ ഇന്ത്യൻ ആർമിയിലെ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ ഇവർ ഇമോജിയിട്ട് ആഘോഷിക്കാതെ പിന്നെ എന്ത് ചെയ്യും? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. ആര് നേടിത്തരും? മുസ്ലിങ്ങൾ. ഇന്ത്യയെ തകർക്കുന്നതിനു വേണ്ടി ഇസ്ലാമിക തീവ്രവാദികൾ ആയുധങ്ങളും സൈനികരെയും സ്ഫോടക വസ്തുക്കളും ഒക്കെ തയ്യാറാക്കി ഒരു സന്ദർഭത്തിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് പുറത്ത് പറഞ്ഞല്ലേ മതിയാവും. മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കുന്ന ഇത്തരം രാജ്യവിരോധികളുടെ വാർത്തകൾ പറഞ്ഞേ പറ്റുള്ളൂ. മുഹമ്മദ് മിനാസെ, ഇന്ത്യൻ ആർമിയിൽ മുസ്ലിങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ലല്ലോ നമ്മുടെ ചർച്ച. ആണോ? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. നവാസ് മന്നാനി എന്ന് പറയുന്ന പ്രഭാഷകൻ HMB കോളനിയിൽ നിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗമാണ് ഇപ്പൊ കേട്ടത്. ഇന്ത്യൻ ആർമി ബലാത്സംഗികളാണെന്ന് കേട്ടോ? അതിനാണ് മറുപടി പറയേണ്ടത്. ഇന്ത്യൻ ആർമിയിൽ മുസ്ലിങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിനക്ക് ചെവി കേൾക്കുന്നില്ലേ? അതെ, പ്രേമരാജൻ വന്നിട്ടുണ്ട്, തരും, വാങ്ങിച്ചിട്ട് പതിയെ ഒരു മൂലയ്ക്ക് പോയിരുന്നു. നടന്ന ഈ സ്ഫോടനം അത് വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഡൽഹി സ്ഫോടനം ഈ രാജ്യത്തുണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകൾ ആണ് എന്ന വ്യാജേന മുഖം മറച്ച് സഞ്ചിയിൽ സാധനങ്ങളുമായി ബസ്സിലോ ട്രെയിനിലോ ഫ്ലൈറ്റിലോ ഓട്ടോറിക്ഷയിലോ പോയാൽ പോലും മറ്റുള്ളവർ ഭയപ്പാടോടുകൂടി അവരെ കാണുന്നു. അതെ, എന്താണ് സഞ്ചിയിലെന്ന് കാണിച്ചിട്ട് പോയാ മതിയെന്ന്. സഞ്ചിയിൽ എന്താണ്? സ്ഫോടക വസ്തുക്കൾ വല്ലതുമാണോ? ഞങ്ങളുടെ ജീവൻ അപകടത്തിൽ പെടുമോ? ബസ്സിൽ കണ്ടക്ടറെ കണ്ടില്ലേ? അതെ, എന്താണെന്ന് നിന്റെ മോന്തയൊന്നും തുറക്കണ്ട, സഞ്ചി തുറക്കണം താത്ത. സഞ്ചിക്കകത്ത് എന്താണെന്ന് എനിക്ക് കാണിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ ബസ്സിൽ നിങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് പറയാൻ, ഈ ട്രെയിനിൽ നിങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് പറയാൻ, ഫ്ലൈറ്റിലേക്ക് നിങ്ങളെ കടത്തിവിടില്ല എന്ന് പറയാൻ, എന്റെ ഓട്ടോറിക്ഷയിൽ നിന്നെ കടത്തില്ല എന്ന് പറയാൻ ഇവരെ ഭയപ്പാടോടുകൂടി നോക്കുന്ന മതേതര വിശ്വാസികൾ തയ്യാറായി വരുന്നു എന്നത് ഡൽഹിയിലെ സ്ഫോടനമുണ്ടാക്കിയ ഇമ്പാക്റ്റിൽ ഒന്നാണ്. 2, ഇന്നലെ വരെ നീട്ടി വളർത്തിയ താടിയും ആറ്റി കുറുക്കിയെടുത്ത വലത്തൊപ്പിയും ഒക്കെ വലിച്ചെറിഞ്ഞ് മുസ്ലിം യുവ ഡോക്ടർമാർ മാന്യമായി മനുഷ്യക്കോലത്തിൽ ആശുപത്രിയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. 2ാമത്തെ പരിണാമമാണ്. 3ാമതായിട്ട് ഈ മുസ്ലിം യുവാക്കൾ ഡോക്ടർമാരായിരിക്കുന്ന ആശുപത്രിക്കാര് പോലും ഭയപ്പാടോടുകൂടി കാണുന്നു. അയ്യോ, ഇവൻ ഇനിയും എന്തെങ്കിലും റിസിൻ എന്ന മാരകമായിട്ടുള്ള വിഷം വല്ലതും ആർക്കെങ്കിലും കുത്തിവെക്കുമോ? രോഗികൾ ഡോക്ടറുടെ പേര് മുസ്ലിം നാമമാണെങ്കിൽ അവരുമായിട്ട് ട്രീറ്റ്മെന്റ് തേടാൻ ഭയപ്പെടുന്നു. എയർപോർട്ടുകളിൽ പോലും അപ്പിക്കുപ്പായക്കാരികൾക്ക് സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ മാറി നിൽക്കേണ്ടി വരുന്നു. താടിയും തലപ്പാവും കണ്ട്, കണ്ണങ്കാലിന് മുകളിൽ നിൽക്കുന്ന പാന്റും കണ്ടിട്ട്
ഇവരെയൊക്കെ കണ്ട് ഭയപ്പാടോടുകൂടി മറ്റുള്ളവർ നോക്കാനും ഉദ്യോഗസ്ഥർ ഇവരെ കൂടുതൽ നിരീക്ഷിക്കാനും പരീക്ഷിക്കാനും സന്നദ്ധമായി വരുന്നു എന്ന് കണ്ടാൽ ഇതൊക്കെ ഒരു മാറ്റമാണ്, വലിയ മാറ്റം. സംഘടനയിൽ അല്ലെങ്കിൽ ഈ തീവ്രവാദ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ അതിനായിട്ട് പ്രവർത്തിച്ച ആളുകളോ പ്ലാൻ ചെയ്തിരുന്നത് 32 കാറുകൾ വാങ്ങി ആ 32 കാറുകളിലും ബ്ലാസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഈ 32 കാറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ നടക്കാൻ പോകുന്ന ദുരന്തം അത് എത്രത്തോളം വലുതായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. കൂടാതെ ഹമാസ് ഒക്ടോബർ 7 നടത്തിയതുപോലുള്ള ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും ഇവർ പദ്ധതി ചെയ്തിരുന്നുവെന്നും അതിനായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നടത്തിയിരുന്നുവെന്നും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യക്കുള്ളിൽ നിന്നും നടക്കുന്ന തീവ്രവാദത്തെയാണ് ആദ്യമേ പിടിച്ചു കെട്ടുന്നത്. ഈ വിഷയമാണ് ഇന്നത്തെ നിലപാടിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇതുപോലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കുന്ന വാർത്തകള് നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങൾ പൊക്കുന്നത് കൊണ്ട് മാത്രമല്ലേ നമുക്കിത് കിട്ടുന്നത്? അതല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ വാർത്തകൾ എവിടെ നിന്നറിയും? അതുകൊണ്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും വിഭിന്നമായി ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടുതൽ ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നോടൊപ്പമുള്ളത് റോബിൻ ജോൺ. ഇന്ത്യ രൂപപ്പെട്ട കാലം തൊട്ടുള്ള ഒരു ഭീഷണിയാണ്, മറ്റെന്തിനേക്കാളും വലുതായിട്ട് നിലനിൽക്കുന്ന ഒരു ഭീഷണിയാണ്, ഇപ്പോഴും തുടർന്ന് വരുന്ന ഭീഷണിയാണ് തീവ്രവാദം എന്ന് പറയുന്നത്. നമുക്കറിയാം. അപ്പോൾ ഇന്ത്യ രൂപപ്പെട്ട കാലം മുതൽ ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുപോയി ഇന്ത്യയെ ഒന്ന് കെട്ടിവെക്കാൻ ആ കാലം മുതൽ ഇവർ പരിശ്രമിച്ചിരുന്നു. ഇന്ത്യയുടെ മോചനം തീവ്രവാദത്തിലൂടെ, ഇസ്ലാമിലൂടെ എന്നതൊന്ന് മാറ്റണം. നടന്ന ബ്ലാസ്റ്റ് നമുക്കറിയാം. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചവരുടെ കയ്യിൽ നിന്നും കണ്ടെത്തിയ വലിയ തോതിലുള്ള സ്ഫോടക വസ്തുക്കളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. അവരുടെ പ്ലാനിങ്ങുകൾ ഒന്നൊന്നായിട്ട് ഇപ്പൊ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിന് പിന്നിൽ ഉണ്ടായിരുന്നതെന്നും ആരൊക്കെയാണ് അതിന് പിന്നിൽ ഉണ്ടായിരുന്നതെന്നും ഒക്കെ കൂടുതൽ. ഒരു കാര്യമുണ്ട്, വളരെ കുറച്ച് ഡോക്ടർമാരായിട്ടുള്ള നിഷ്കളങ്ക ഊശാന്താടിക്കാരെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ഇവരുടെ കണ്ണികൾ വളരെ വലുതാണ്. മറ്റ് 312 ഡോക്ടർമാർ പുറത്ത് നിന്നിട്ട് 32 കാറുകൾ 32 ജനനിബിഡമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഉഗ്രസ്ഫോടക ശേഷിയുള്ള വസ്തുക്കളുമായി പൊട്ടിത്തെറിക്കാൻ തീരുമാനിച്ചത് അവര് നടപ്പിലാക്കില്ലെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ വലിയൊരു ശൃംഖല ഇങ്ങനെ തെളിഞ്ഞു വന്നോണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇന്ത്യ നേരിടുന്ന ഒരു തീവ്രവാദ ഭീഷണി എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ആഴമുള്ളതാണ്? എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സംഘർഷങ്ങൾ വലിയ തോതിൽ രൂപപ്പെട്ടു വരുന്ന സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ യൂറോപ്പിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത് ഏകദേശം 2030 കൂടിയിട്ട് റഷ്യയുമായിട്ട് തീർച്ചയായിട്ടും യുദ്ധത്തിലേക്ക് പോകേണ്ടി വരുമെന്നാണ്. അതിന് മുന്നൊരുക്കമായിട്ടുള്ള ഇപ്പം ജർമ്മനിയിലൊക്കെ വലിയ തോതിൽ സൈനിക അഭ്യാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിൽ. അതുപോലെ തന്നെ ബ്രിട്ടൻ ആണെങ്കിലും ഒരുപാട് ഫാക്ടറികൾ, പുതിയ ഫാക്ടറികൾ നിർമ്മിച്ചു. ഏകദേശം എനിക്കൊന്ന് 19ഓളം പുതിയ ഫാക്ടറികൾ അവർ അമ്യൂണീഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇപ്പം നിർമ്മിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ അവര് തീർച്ചപ്പെടുത്തി പറയുന്ന ഒരു സാഹചര്യമുണ്ട് 2030 റഷ്യയുമായിട്ട് യുദ്ധത്തിലേക്ക് പോകേണ്ടി വരും. പക്ഷെ അതിന് മുന്നേ തന്നെ പോകേണ്ട സാഹചര്യം ഉണ്ടാകും. ഇനിയിപ്പം ചൈന, ദക്ഷിണ ചൈന കടൽ ആ ഭാഗത്തേക്ക്, ചൈനയുടെ ആ ഭാഗത്തേക്ക് വരും. ചൈന അവിടെ വലിയ സംഘർഷമാണ്. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിൽ പുറത്തു വരുന്നില്ലെങ്കിൽ പോലും ദിനം പ്രതി അവിടെ വലിയ സംഘർഷങ്ങൾ. എന്ന് വെച്ചാൽ തായ്വാനോട് അടുത്തുള്ള സ്ഥലങ്ങളിൽ ഏത് നിമിഷം വേണമെങ്കിലും ആക്രമിക്കാം എന്നുള്ള രീതിയിലാണ് ചൈന അവിടെ പല വിന്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ജപ്പാനുമായിട്ട് വളരെ വലിയ സംഘർഷങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ജപ്പാന് വേണ്ടിയിട്ടൊരു വീഡിയോ തന്നെ ചൈനീസ് സൈന്യം ഒരു അഭ്യാസം നടത്തുന്നതിന്റെ വീഡിയോ തന്നെ അവർ പുറത്തിറക്കുന്ന സാഹചര്യം ജപ്പാൻ മുന്നറിയിപ്പായിട്ട്. എന്ന് വെച്ചാൽ ഈ മേഖലകളെല്ലാം വളരെ വലിയ സംഘർഷത്തിലൂടെയാണ്. അങ്ങനെയുള്ള ഒരു സംഘർഷത്തിൽ നിന്നാണ് ഇപ്പം ബ്രിട്ടീഷ് പറയേണ്ട, നമുക്കറിയാം എത്ര വലിയ സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുന്നത്. ഇന്ത്യയുടെ ഭാഗത്ത് ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്നത്തെ അവസ്ഥ പാകിസ്ഥാൻ ദിനം പ്രതി പറയുകയാണ് ഇന്ത്യയുമായിട്ട് ഉടനെ ഒരു യുദ്ധം ഉണ്ടാവും പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ
ഉടനെ ഒരു യുദ്ധം ഉണ്ടാകും എന്ന് പാകിസ്ഥാൻ ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം ഇന്ത്യ അത് പറയുന്നില്ലെങ്കിൽ പോലും അതെ. അങ്ങനെ ഒരു സംഘർഷത്തിന്റെ സാധ്യത ഈ മേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ പറയുന്നില്ല, പക്ഷേ ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ട്. സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട്, കൃത്യമായിട്ടുള്ള സേനാ വിന്യാസങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആയുധങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഇന്ത്യ പല രാജ്യങ്ങൾ ഇപ്പോൾ റഷ്യയുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്നതിന്റെ കാര്യം പോലും അത് തന്നെയാണ്. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് അവരുടെ ആയുധങ്ങളാണ് ഒരുപാട് നമ്മുടെ കയ്യിലുള്ളത്. പുതിയ ടെക്നോളജികൾ വേണം, അഡ്വാൻസ് ആയിട്ട് ഇതിന്റെ ഈ പാർട്സ് വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റഷ്യയുമായിട്ട് മാറി നിൽക്കാൻ കഴിയാത്ത സാഹചര്യം. കാരണം മിലിറ്ററി അപ്ഡേഷൻ മറ്റൊരു തരത്തിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ, ഇന്റഗ്രേഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സമയം പിടിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമാണ്. മറുവശത്ത് പാകിസ്ഥാൻ ആണെങ്കിൽ പാകിസ്ഥാൻ സൗദിയുമായിട്ട് അടുത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അമേരിക്ക പാകിസ്ഥാനെ ഉയർത്തിപ്പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സൗദി ഓർക്കുക, ഇപ്പോൾ സൗദിയുടെ ക്രൗൺ പ്രിൻസ് ഇപ്പോൾ ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. അവിടെ വെച്ച് IF-35 അടക്കമുള്ള ഒരുപാട് ആയുധങ്ങളുടെ കൈമാറ്റത്തിന്റെ എഗ്രിമെന്റുകൾ ഒപ്പിടുമെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൗദി പാകിസ്ഥാനും തമ്മിലുള്ള പാക്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, സൗദിയെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ പാകിസ്ഥാനെ കൂടി ആക്രമിച്ചതായി കണ്ട് സൗദിക്ക് പിന്തുണ കൊടുക്കണം. അതുപോലെ തന്നെ തിരിച്ച് സൗദിയും അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചു. അങ്ങനെ ഒരു കരാറ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് സൗദിയും പാകിസ്ഥാനും തമ്മിൽ. പാകിസ്ഥാനെ ആരാക്രമിച്ചാലും സൗദിയെ ആക്രമിച്ചു എന്ന് വിചാരിക്കണം, സൗദിയെ ആരാക്രമിച്ചാലും പാകിസ്ഥാനെ ആക്രമിച്ചു എന്ന് വിചാരിക്കണം. അങ്ങനെ അവർക്ക് രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു അന്തർധാര രൂപപ്പെട്ടിട്ടുണ്ട്. സൗദി മാത്രമല്ല, മറ്റ് പല അറബ് രാജ്യങ്ങളും പാകിസ്ഥാനുമായിട്ട് ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ രാജ്യം എത്രമാത്രം അപകടകരമായിട്ടുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോ ഈ രാജ്യത്തിന്റെ പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ ശത്രുക്കൾ ഈ രാജ്യത്തിന്റെ അകത്തുണ്ട്. ഈ രാജ്യത്തെ തകർക്കാൻ ലക്ഷ്യം നോക്കി നടക്കുന്ന ആൾ. കഴിഞ്ഞാൽ സൗദിയെ ആക്രമിച്ചതായി കണക്കാക്കി പാകിസ്ഥാനെ പിന്തുണ കൊടുക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ വളരെ പെട്ടെന്ന് ഇപ്പം തുർക്കിയുമായിട്ടും വളരെ വലിയ നമുക്കറിയാം, ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സമയത്ത് തുർക്കിയാണ് ഡ്രോണുകൾ പാകിസ്ഥാന് കൊടുത്ത സാഹചര്യം ഉണ്ടായത്. അങ്ങനെ പാകിസ്ഥാൻ ഒരുപാട് കണക്ഷൻസ് ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സംഘർഷപൂരിതമായിട്ടുള്ള ഒരു സമയത്ത് ഇവിടെ നിൽക്കുന്നു. അവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ നേരെ ഈ ബംഗ്ലാദേശിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്ന് വെച്ചാൽ നമുക്കറിയാം, പാകിസ്ഥാനെ ഈ രണ്ടായിട്ട് മുറിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇന്ത്യയാണ് എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബംഗ്ലാദേശിന് എല്ലാ സഹായങ്ങളും കൊടുക്കുന്നത്, എല്ലാ രീതിയിലുള്ള സഹായങ്ങളും കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നതും ഇന്ത്യയാണ് എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നു. പക്ഷെ ഇന്ന് ആ സാഹചര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ബംഗ്ലാദേശിലേക്ക് പാകിസ്ഥാന്റെ സൈനിക ഒഫീഷ്യൽസ് പല പ്രാവശ്യം വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാൻ ബംഗ്ലാദേശിന്റെ മിലിറ്ററിക്ക് ട്രെയിനിങ് പാകിസ്ഥാൻ കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ ആയുധങ്ങൾ പാകിസ്ഥാൻ കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഭാഗം അത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ആളിക്കത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു വസ്തു നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ആർക്കും നല്ലതു മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ത്യക്ക് അവരിൽ നിന്ന് തന്നെ ശത്രുക്കളേറെ ഉണ്ടാകും. ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ. ആർക്ക് എന്ത് നല്ലത് ചെയ്താലും ശരി, അവർക്ക് ഉടനെ തന്നെ തിരിച്ചു കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ നമ്മുടെ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി കുറച്ച് ഡോക്ടർമാർ തയ്യാറാക്കിയ ഒരു ഓപ്പറേഷൻ മാത്രമേ ഇപ്പൊ പൊളിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴാണ് ഒരുപാട് ചുരുളുകൾ പുറത്തു വരുന്നത്. പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുമായി നമ്മുടെ രാജ്യത്തിനകത്തെ ഡോക്ടർമാർക്ക് ബന്ധമുണ്ടായിരുന്നു. അവര് പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഓരോ ഓപ്പറേഷനും അവര് ചെയ്തത്, ഡോക്ടർമാര് ചെയ്തത്. ഡൽഹിയിൽ ഒരു ഭീകരാക്രമണം പദ്ധതിയിടുന്നു. 32 കാറുകൾ 32 സ്ഥലങ്ങളിൽ പൊട്ടിത്തെറിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ പൊലിയും. അങ്ങനെ വരുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാൻ നമുക്ക് ഈസിയാണ്. ഈ ആക്രമണത്തില് പ്രധാനമായും പങ്കുവഹിച്ച ഇസ്ലാമിക മൗലവി ഇർഫാൻ എന്ന് പറയുന്ന മൗലവി, ഇയാള് മെഡിക്കോസ് ഫോർ ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ 312 ഡോക്ടർമാരെ ഉൾപ്പെടുത്തി അഡ്മിനായി അവരെ നിയന്ത്രിച്ചു പോകുകയായിരുന്നു ഈ ഉസ്താദ്. എങ്ങനെയുണ്ട്? ഇർഫാൻ ഉസ്താദ് 312 ഡോക്ടർമാരെ കേന്ദ്രീകരിച്ച് എങ്ങനെ ഇന്ത്യക്കെതിരെ പണിയാമെന്ന് ഈ ഇന്ത്യക്കകത്തിരുന്ന് തന്നെ തയ്യാറെടുത്തു. വൈറ്റ് കോളർ ജിഹാദ് എത്രമാത്രം ഈ രാജ്യത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതലൊന്നും വേണ്ട. കാൺപൂരിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടർ മുഹമ്മദ് ആരിഫ് പഠിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു എന്നതുകൂടി കേരളത്തിലെ ആശുപത്രിയും ഡോക്ടർമാരുമൊക്കെ, രോഗികളടക്കം നമ്മളടക്കം എല്ലാവരും ഭയപ്പാടോടുകൂടി കാണേണ്ടുന്ന ഒരു വസ്തുതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി.
ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കുരു പൊട്ടുന്ന കുറച്ച് ആളുകൾ നമ്മുടെ ചാറ്റ് ബോക്സിൽ വരുന്നില്ലേ, അവരൊക്കെ ഈ നവാസ് മന്നാനി പറഞ്ഞ ഇന്ത്യൻ ആർമി ഭീകരന്മാരാണ് എന്ന് കാണുന്ന രൂപത്തിലുള്ള കാറ്റഗറിയാണ്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഈ ഡോക്ടർമാരുടെ സംഘത്തെക്കുറിച്ചും സംഘടനകളെക്കുറിച്ചും ഈ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി പാകിസ്ഥാനുമായിട്ടുള്ള ഈ ഡോക്ടർമാരുടെ കൂട്ടുകെട്ടിനെ കുറിച്ചും പറയുമ്പോൾ നമ്മളെ തെറി പറയാൻ ഇവർ തയ്യാറാകുന്നെങ്കിൽ അതിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, ഇവരും അവര് തന്നെ. ഇവർക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല. ഇവര് ഈ രാജ്യത്തിനു വേണ്ടി ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങളാണ് ഈ ഡോക്ടർമാര് ചെയ്തത്. അതല്ലെങ്കിൽ ചാവീറുകൾ, മുസ്ലിം ഭീകരന്മാർ, തീവ്രവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവര് ചെയ്യാൻ ആഗ്രഹിച്ചതും ഇവർക്ക് ചെയ്യാൻ അവസരങ്ങളില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് തന്നെയല്ലേ റാഷിദ് അബ്ദുള്ള ഇവരോട് പറഞ്ഞത്. റാഷിദ് അബ്ദുള്ള പറഞ്ഞത് എന്താ? നിങ്ങൾക്ക് ഈ കാലഘട്ടത്തില് കുഫാറുകളെ ഇല്ലാതാക്കാൻ, കാഫിറുകളെ, അമുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾക്കൊന്ന് ഉപയോഗപ്പെടുത്തിക്കൂടെ? നിങ്ങൾക്കൊരു പിസ്റ്റള് കിട്ടില്ലേ? നിങ്ങൾക്കൊരു റെയിൽവേ ആ പാളം ഒന്ന് തകർത്തൂടെ? ഒരു ട്രെയിൻ നിങ്ങൾക്കൊന്ന് തകർത്തൂടെ? നിങ്ങൾക്കൊരു കത്തി കിട്ടത്തില്ലേ? എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ അവരെ കുംഭമേളയിലേക്ക് ചെന്നിട്ടൊന്ന് പൊട്ടിത്തെറിക്ക്. ഓരോ കാഫിറിനെയും നിങ്ങൾ കഴുത്തിൽ കത്തി വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയിപ്പിക്ക്. അങ്ങനെ നമുക്ക് നമ്മുടെ രക്ഷിതാവ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഏൽപ്പിച്ച ഒരു മഹാദൗത്യമുണ്ടല്ലോ, അത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് സിറിയയിലേക്കോ അഫ്ഗാനിലേക്കോ പാകിസ്ഥാനിലേക്കോ ഒന്നും പലായനം ചെയ്യാൻ ഇന്ത്യൻ ഭരണാധികാരികൾ അവരുടെ നിയമം വെച്ച് അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം മാർഗങ്ങളുണ്ട്? കാഫിറുകളെ ഇല്ലാതാക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. മറിച്ച് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹു ഓരോ മുസ്ലിമിനെയും ഏൽപ്പിച്ച ബാധ്യതയാണ് കാഫിറുകളെ ഇല്ലാതാക്കുക എന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അവരെ ഇല്ലാതാക്കണം. കാഫിറുകളെ നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കരുത് എന്ന് റാഷിദ് അബ്ദുള്ളയെ പോലെയുള്ള ഭീകരന്മാർ ഈ കേരളത്തിന് നൽകിയ സന്ദേശങ്ങൾ നമ്മൾ കണ്ടതല്ലേ. ഇന്ന് ഭയപ്പെടുത്തുന്ന മറ്റൊരു വാർത്ത എന്താണെന്നറിയാമോ? NIA വലവീശി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഈ ഭീകരന്മാരെ പിടിച്ചതുകൊണ്ട് തന്നെ ഈ പിടിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി ഭീകരർ പുറത്തുണ്ട്. അവരെ തളയ്ക്കണ്ടേ? അവരെ തളയ്ക്കുക എന്ന ലക്ഷ്യവുമായി NIA ഇറങ്ങിയപ്പോൾ 2530 ഭീകരന്മാരാണ് NIAയുടെ വലയിലായത്. ഈ വാർത്തകള് നമ്മൾ പുറത്തു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ മറ്റാര് കൊണ്ടുവരും? അതിശക്ത പരിശോധനകളും അന്വേഷണവുമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്നത്. നിർണായകമായ പല വിവരങ്ങളും പുറത്തു വരുന്നു. ഇന്ത്യ നടക്കുന്ന ഭീകര മൊഡ്യൂൾ ടെററിസത്തിന്റെ കഥകളാണ് നമ്മെ ഓരോ ദിവസവും കൂടുതൽ ജാഗ്രതയിലാഴ്ത്തുന്നത്. ഇന്ത്യ എത്രമാത്രം അപകടത്തിന്റെ വക്കിലായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന നിരവധി തെളിവുകൾ. ഭീകര പ്രവർത്തനത്തിന് ഒരുപക്ഷെ ഈ ഡോക്ടർമാരുടെ ഭീകര സംഘടനയെ പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അവരെ തളച്ചിട്ടില്ലായിരുന്നെങ്കിൽ 32 കാറുകളായിരുന്നില്ല ഈ രാജ്യത്തിനകത്ത് ഉഗ്രസ്ഫോടക ശേഷിയുള്ള വസ്തുക്കളുമായി ഇരുമ്പ് നിക്കറിട്ട ഈ ഭീകരൻ തെമ്മാടികളുമായിട്ട് ചിതറിത്തെറിക്കുക. നമ്മുടെയൊക്കെ ജീവൻ അവതാളത്തിലാകുമായിരുന്നു. എത്ര മനുഷ്യന്മാർ, എത്ര കുടുംബങ്ങളിൽ വെള്ളത്തുണി പുതപ്പിച്ച മൃതശരീരങ്ങൾ നിരത്തി കിടത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഈ വെള്ളക്കോളർ ഭീകരവാദത്തെ തളയ്ക്കാൻ പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ. മുസമ്മിൽ ഷക്കീലിന്റെ ഫരീദാബാദിലെ വീട് കണ്ട അന്വേഷണ ഉദ്യോഗസ്ഥർ നടുങ്ങി. ഈ വീടിനെ പൂർണ്ണമായും ഒരു ബോംബ് ഫാക്ടറിയാക്കി ഇയാൾ മാറ്റിയിരുന്നുവെന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പറയുന്നത്. ആ വീട്ടിൽ നിന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങളും ഇത് വ്യക്തമാക്കുന്നു. വീട്ടിലുണ്ടായിരുന്ന ഫ്ലോർ മിൽ രാസവസ്തുക്കൾ പൊടിക്കാനായി ഇയാൾ ഉപയോഗപ്പെടുത്തി. നിരവധി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഈ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. 350 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും 2 തോക്കുകളും ടൈമറുകളും വാക്കി ടോക്കുകളും ഒക്കെ ഡൽഹി സ്ഫോടനത്തിന് തൊട്ടു മുൻപ് ജമ്മു കാശ്മീർ പോലീസ് കണ്ടെടുത്തത് ഇതേ വാടക വീട്ടിൽ വെച്ച്. വലിയ ഗ്രൈൻഡറോട് കൂടിയ ഫ്ലോർ മിൽ ഈ വീട്ടിനുള്ളിൽ.
രാസവസ്തുക്കൾ ബോംബ് നിർമ്മാണത്തിനായി പൊടിച്ചെടുക്കുന്നത് ഇവിടെ വെച്ച്. ഫരീദാബാദിലെ ഒരു ടാക്സി ഡ്രൈവറിൽ നിന്നാണ് 1500 രൂപ വാടകയ്ക്ക് ഇയാൾ വീട് വാടകയ്ക്കെടുത്തത്. ഡൽഹിയിൽ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബി മുസമ്മിൽ ഷക്കീലിന്റെ സഹപ്രവർത്തകനാണ്. ഇരുവരും തമ്മിലുള്ള സൗഹൃദമാണ് ഇപ്പോൾ വൈറ്റ് കോളർ ടെററിസത്തിന്റെ കൂടുതൽ ഭീകരാവസ്ഥ ഇന്ത്യയെ ബോധ്യപ്പെടുത്തുന്നതും. കഴിഞ്ഞ 2 വർഷത്തിലേറെ കാലമായി ഇരുവരും ചേർന്ന് സ്ഫോടനങ്ങൾ ആസൂത്രണം നടത്തിയിരുന്നു. അൽഫലാഖ് സർവകലാശാലയിൽ നിന്ന് കണ്ടെത്തിയ തെളിവുകൾ ഇവ വ്യക്തമാക്കി. ഡോക്ടർ മുസമ്മിലിന്റെ ഡയറിയിൽ നിന്ന് പല കോഡുകളും പേരുകളും നമ്പറുകളും ഒക്കെ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. 2530 ആളുകളുടെ പേര് വിവരങ്ങൾ ഡയറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവരെയൊക്കെ ഓരോരോ തലങ്ങളിൽ ഭീകര ശൃംഖലയുടെ കണ്ണികളാക്കാൻ ശ്രമിച്ചവരാണ്. 2530 ആളുകളിൽ ഭൂരിഭാഗവും മുസമ്മിലിന്റെയും ഉമറിന്റെയും സ്വദേശമായ ജമ്മു കാശ്മീർ സ്വദേശികൾ. ഫരീദാബാദിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ആളുകളുടെ പേരുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നവംബർ 5-ന് യുപിയിലെ സഹാറൻപൂരിൽ നിന്ന് ഡോക്ടർ അദീൽ അഹമ്മദ് എന്നയാളെ ഭീകരബന്ധത്തിന് ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ. തുടർന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നത് ഭയാനകമായ വിവരങ്ങൾ. നവംബർ 8-നാണ് ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഡോക്ടർ ഉമർ നബിയെ കുറിച്ച് അന്വേഷണ സംഘത്തിന് വിവരം ലഭിക്കുന്നതും ഡോക്ടർ മുസമ്മിലിൽ നിന്ന്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ നവംബർ 10-ന് ഡോക്ടർ ഉമർ നബി ഡൽഹി ചെങ്കോട്ടയിൽ ചാവേർ ആക്രമണം നടത്തുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ വൈറ്റ് കോളർ ഭീകര സംഘം രൂപീകരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ അന്വേഷണ സംഘം ചികഞ്ഞെടുത്തു. ഈ പദ്ധതിയുടെ അമരക്കാരനായി നിന്ന് പ്രവർത്തിച്ചത് മൗലവി ഇർഫാൻ അഹമ്മദ്. ഇയാളുടെ പ്രവർത്തനങ്ങളുടെ വ്യാപ്തി പൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. വിദ്യാസമ്പന്നരായ യുവ പ്രൊഫഷണലുകളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുകയാണ് ഇയാളുടെ മുഖ്യ ദൗത്യം. അവരെ അങ്ങനെ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലേക്ക് അടുപ്പിക്കുക. ഒരു വശത്ത് പുരുഷന്മാരെ ഈ ഭീകര സംഘടനയിലേക്ക് അടുപ്പിക്കുമ്പോൾ മറുവശത്ത് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിനും ഇയാൾ നേതൃത്വം കൊടുക്കുന്നു. ജമ്മു കാശ്മീരിൽ നിന്നാണ് ഇമാം ഇർഫാനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. എന്നാൽ ആദ്യഘട്ടത്തിൽ ജമ്മു കാശ്മീർ പോലീസുമായും പിന്നീട് തുടർന്ന് NIA-യുമായും ഇയാൾ സഹകരിക്കാൻ വിസമ്മതിച്ചു. ചോദ്യം ചെയ്യൽ ശക്തമായപ്പോൾ ഇയാളുടെ കൂട്ടുപ്രതികൾ വലയിൽ അകപ്പെട്ടു എന്ന് ബോധ്യം വന്നപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തി. തീവ്രവാദത്തിലേക്ക് തിരിയാൻ സാധ്യതയുള്ള ആളുകളെ ഇയാൾ കണ്ടുവയ്ക്കും. ഒരുപക്ഷെ പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ വരുന്നവരെ, മതകാര്യത്തിനായി മറ്റേതെങ്കിലും തരത്തിൽ തന്നെ സമീപിക്കുന്നവരെ, ഇവരിൽ നിന്ന് കൂടുതൽ തീവ്രവാദ ആശയങ്ങളുള്ളവരെ ഇയാൾ കണ്ടെത്തും. അവരിൽ നിന്ന് അനുകൂല പ്രതികരണത്തിന്റെ ആദ്യ സൂചന ലഭിച്ചാൽ അവരെ ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ഇർഫാന് പിന്നീട് ഒരു നിമിഷം പോലും പാഴാക്കേണ്ടി വരില്ല. ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽഫലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ച് അദൃശ്യമായ വൈറ്റ് കോളർ ഭീകര സംഘം രൂപീകരിച്ചതിന് പിന്നിൽ ഇമാം ഇർഫാൻ. അതിനു മുൻപ് ഇയാൾ മുസമ്മിൽ ഷക്കീലുമായി കൂടിക്കാഴ്ച നടത്തുകയും മുസമ്മിലുമായി ദീർഘനേരം സംസാരിക്കുകയും ചെയ്തു. പിന്നീട് റിക്രൂട്ട്മെന്റിനായി മുസമ്മിലിനെ ഇർഫാൻ സന്ദർശിക്കുന്നു. തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാനും ഭീകരാക്രമണങ്ങൾ നടത്താൻ ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളെ കണ്ടെത്താനും ഒക്കെ ഇർഫാൻ അഹമ്മദ് മുഖ്യമായി 3 തന്ത്രങ്ങൾ പയറ്റും. ആശയവിനിമയത്തിലൂടെ അഥവാ സംഭാഷണങ്ങളിലൂടെ ബന്ധങ്ങൾ സ്ഥാപിക്കുകയാണ് ഇർഫാന്റെ ആദ്യപടി. അയാൾ ധാരാളം സംസാരിക്കുന്ന പ്രകൃതക്കാരനാണ്. കാഴ്ചയിൽ വളരെ സാധാരണക്കാരൻ. ഇയാളുടെ സംസാരത്തിൽ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും തോന്നില്ല. എന്നാൽ ഇയാൾ ലക്ഷ്യമിടുന്ന വ്യക്തികൾ ഏതെങ്കിലും തരത്തിൽ ഒരു താല്പര്യം പ്രകടിപ്പിച്ചാൽ ഇർഫാൻ അഹമ്മദ് അവരുമായി ഉറ്റ ബന്ധം സ്ഥാപിക്കും. ആശുപത്രിയിൽ വെച്ച് കണ്ടുമുട്ടി റിക്രൂട്ട് ചെയ്ത ആദ്യ ഡോക്ടറായ മുസമ്മിൽ ഷക്കീലുമായി ഇയാളുടെ ബന്ധം അത്തരത്തിൽ കൊഴുത്തതാണ്. ഒരു ഡോക്ടർ രോഗി ബന്ധമായി മുസമ്മിലുമായി ഇയാൾ ആദ്യം ബന്ധപ്പെടുന്നു. പിന്നീട് മുസമ്മിലിനെ ഭീകര ശൃംഖലയുടെ അതായത് മുസമ്മിലുമായി സംസാരിച്ചപ്പോഴാണ് മുസമ്മിലിനെ ഈ ഭീകരതകൾ, അതുപോലെ ഇന്ത്യയോട് ഇയാൾക്ക് വല്ലാത്ത അമർഷമാണ്. ഇന്ത്യയുടെ ഭരണാധികാരിയെ തീർക്കാൻ പറ്റിയ ഒരു അവസരം എനിക്ക് വന്നാൽ, ഈ ഇന്ത്യയിലെ കാഫിറുകളെ തീർക്കാൻ പറ്റിയ ഒരു ചാൻസ് എനിക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും അത് താൻ ഉപയോഗപ്പെടുത്തും എന്ന ഒരു സന്ദേശം മുസമ്മിൽ ഷക്കീലിൽ നിന്ന് ഈ ഡോക്ടർക്ക് കിട്ടിയപ്പോഴാണ് ശരിയെന്ന ഇതുപോലെ ചിന്തിക്കുന്ന, ഇതുപോലെ ഒരു അവസരത്തിന് വേണ്ടി കാതോർത്ത് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരായിട്ടുള്ള ഡോക്ടർമാർ നമ്മുടെ രാജ്യത്തുണ്ട്. അവരെയൊക്കെ കണ്ടെത്തുക എന്നത് ശ്രമകരമാണ്. അതുകൊണ്ട് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലെ ഓരോരുത്തരും തൻ്റെ ആശയത്തോടൊപ്പം നിൽക്കുന്ന ആളുകളെ കണ്ടെത്തുക. ഇപ്പോ NIA-യുടെ വലയിൽ 2530 ആളുകളാണ് വന്നു വീണത് എന്ന് പറയുമ്പോൾ NIA-യുടെ കണ്ണു വെട്ടിച്ച് പ്രവർത്തിക്കുന്ന എത്ര കണ്ട ആളുകൾ ഉണ്ടാകും എന്നൊന്ന് ആലോചിച്ചു നോക്കാം. വൈറ്റ് കോളർ ഭീകരത നമ്മുടെ രാജ്യത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ആദ്യത്തതോ അവസാനത്തതോ ആയിട്ടുള്ള കണ്ണിയല്ല. ഏറ്റവും താഴേക്കിടയിൽ നിന്ന് വമ്പിച്ച രൂപത്തിലേക്ക് തീവ്രവാദം പോകുന്നു എന്നതിന്റെ തെളിവാണിത്. ഇതുവരെ
ജോലിയില്ലാത്ത, കൂലിയില്ലാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്ത, വളരെ സാമ്പത്തിക ശേഷിയൊന്നുമില്ലാത്ത കുടുംബങ്ങളിലെ ആളുകളെ പണം കൊടുത്ത് ചാവേറുകളാക്കാൻ തയ്യാറാക്കിയിരുന്നത് പോലെയല്ല വൈറ്റുളർ ഭീകരത. സമൂഹത്തിൽ പേരും നിലയും പ്രശസ്തിയുമുള്ളവർ, സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്നവർ, വിദ്യാഭ്യാസപരമായി റെപ്യൂട്ടഡ് സ്റ്റേജുകളിൽ ഇരിക്കുന്ന ആളുകൾ, അവര് പോലും സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് കല്യാണ സാധനം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ശോചനീയമായ അവസ്ഥയെ കുറിച്ച് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കാം. അടിക്കടി പറയുന്നത്, നരേന്ദ്രമോദിയെ പോലെ ഒരു ഭരണാധികാരിയായിരുന്നില്ല ഈ രാജ്യം ഇന്ന് ഭരിക്കുന്നതെങ്കിൽ ഇതൊന്നുമാകുമായിരുന്നില്ല നമ്മുടെ രാജ്യത്ത് സംഭവിക്കുക. 32 കാറുകളല്ല 300 കാറുകൾ നമ്മുടെ രാജ്യത്ത് പൊട്ടിത്തെറിക്കുമെന്നൊരു പക്ഷേ നമ്മൾ ഭയക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. സംശയം. ഇവരെ കുറെ ഹിറ്റ് ലിസ്റ്റുകൾ ഉണ്ടാക്കി ആളുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടി 3-4 മാസങ്ങൾക്ക് മുമ്പ് ഇവർ തയ്യാറെടുത്ത വാർത്തകൾ വന്നിരുന്നില്ല. ഇവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അത്രയും നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും അജിത് ഡോവലും ഒക്കെ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. കാരണം ഇവരുടെ ഭീകരവാദം ഈ രാജ്യത്ത് ഇവർക്ക് സ്പ്രെഡ് ആക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവരുടെ ഒന്നാമത്തെ നിരയിൽ അവരൊക്കെ ഉണ്ടാകുമെന്നറിയാം. പക്ഷേ ഇവരെ സംബന്ധിക്കുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആരെയും ഇവര് വച്ചേക്കത്തില്ല. വളരെ പ്രമാദമായ ശ്രീനിവാസൻ വധക്കേസിനെ കുറിച്ചുള്ള ആ ശ്രീനിവാസൻ വധക്കേസോടുകൂടി ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ടാണ് ആന്റണി അച്ഛനെ പോലെയുള്ള ആളുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, തീവ്രവാദികൾ തൊട്ടടുത്ത് തന്നെയുണ്ട്. നമ്മുടെ നടവാതിലിൽ വന്ന് നിന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുകയാണ് ഭീകരവാദവും തീവ്രവാദവും ഒക്കെ. അപ്പോഴും നമ്മൾ പറയാണ്, ഒന്നുമില്ല. അപ്പൊ ബൈക്കിൽ കറങ്ങി നടക്കുന്ന ആളുകളെ വരെ സൂക്ഷിക്കണമെന്നും ഹിറ്റ് ലിസ്റ്റിലുള്ള ആളുകൾ വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്നും ആന്റണി അച്ഛനെ പോലെയുള്ള ആളുകൾ സമൂഹത്തിന് മുന്നറിയിപ്പുകൾ നൽകുക. ചോദിക്കപ്പെട്ട ഒരു സംഘടനയായിട്ട് കരുതുന്നില്ല. ഇത് നിലവിലുള്ള നിയമത്തിലൊരു ഒരു ബലഹീനതയാണ്, ഒരു പഴുതാണ് കാണിക്കുന്നത്. അതായത് ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു പാർട്ടിയാണ് SDPI, പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട്. ഈ ഇലക്ഷൻ കമ്മീഷന് ഒരു പാർട്ടിയെ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു അധികാരമേ ഉള്ളൂ. അതിനെ ആ രജിസ്ട്രേഷൻ നീക്കം ചെയ്യണമെങ്കിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടി നേരിട്ട് ഇടപെട്ടെന്തെങ്കിലും വളരെ പ്രത്യേകമായി, അല്ലെങ്കിൽ ഒന്നെങ്കിൽ അത് ചതിയിൽ നേടിയ രജിസ്ട്രേഷൻ ആണെന്ന് മനസ്സിലാകണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രവൃത്തി കാണിക്കണം. അങ്ങനെ കാണിക്കാത്തടത്തോളം ഇതിനെ രജിസ്ട്രേഷൻ ഒഴിവാക്കാനുള്ള വകുപ്പ് നമ്മുടെ നിയമത്തിലില്ല. രണ്ടാമത്തത്, ഈ സുപ്രീം കോടതി ഇതിനെക്കുറിച്ച് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് ഈ പ്രായോഗികമായിട്ട് വരുമ്പോൾ വലിയ നിയമ പോരാട്ടത്തിലേക്കും വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കുകയുള്ളൂ. വാസ്തവത്തിൽ EDയും NIAയും ഈ PFI SDPI ബന്ധം വളരെ കാര്യവശമായിട്ട് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ നിയമ സംവിധാനത്തിലൂടെ ഇതിനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അന്നത് നിരോധിക്കാൻ കഴിയാതെ പോയത്. ഇത് നമ്മുടെ ഒരു നിയമത്തിന്റെ ഒരു പഴുതാണ്. ഇങ്ങനെയുള്ള പഴുതുകൾക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ തീവ്രവാദ പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പഠിച്ചിരിക്കണം. പക്ഷേ ഇങ്ങനെ വലിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്റെ ലക്ഷ്യം, ഇതിന് പിന്നിലെ നിഗൂഢ ലക്ഷ്യങ്ങളെ കുറിച്ച് വ്യക്തമാക്കാം. ഇത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പല ആൾക്കും അറിയാവുന്നതാണ്. 2047 അത് ഈ എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ നടത്തിയ മിഷൻ 2047 പറഞ്ഞെങ്കിൽ ഇവരുടെ ഈ നമ്മുടെ NIA റിപ്പോർട്ടിൽ മറ്റും കാണുന്നത് ഇന്ത്യ 2047 എന്നാണ്. ഇന്ത്യ 2047 ആകുമ്പോഴത്തേക്കും ഇവിടെ പുതിയ ഒരു ശരിയ ഭരണഘടന ഇന്ത്യക്ക് സമ്മാനിച്ചുകൊണ്ട് ഇവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഇനി പണ്ട് പാകിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രമാക്കി എന്ന് പറഞ്ഞതുപോലെ അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് നമ്മുടെ ഭാവി ഇരിക്കുന്നത് നോക്കണം, ഇങ്ങനെ ചെയ്യാൻ പോകുന്നതെങ്കിലും. രണ്ടാമത്തത്, ഘട്ടം ഘട്ടമായിട്ട് ഈ ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ഇസ്ലാമിക സമൂഹത്തെ തീവ്രവാദികളാക്കി സാവധാനം മാറ്റുക എന്നുള്ളത്, അതായത് ഘട്ടഘട്ടമായിട്ട് കുറേശ്ശെ അത് ആ ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ മുസ്ലിങ്ങളെയും സമയം കൊണ്ട് എല്ലാ മുസ്ലിം വിഭാഗങ്ങളെയും PFIയുടെ കൊടിക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യമായിട്ട് അവർ കാണുന്നത്. ഇതിന് പല വിധത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. പറയുകയാണെങ്കിൽ മുന്നറിയിപ്പില്ലാതെ റാലികൾ നടത്തുക, നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. മുസ്ലിങ്ങൾക്ക് വേണ്ടി സംഘടനകൾ സംഘടിപ്പിക്കുക, ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഒക്കെ സംഭരിച്ചു വയ്ക്കുക, എല്ലാ മുസ്ലിങ്ങളുടെയും നേതാവ് PFIയെ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുക, മറ്റു നേതാക്കളെ, അതായത് മുസ്ലിം നേതാക്കളെ തന്നെ പുറത്താക്കുക എന്നുള്ളൊരു അജണ്ടയാണ്. രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുക, നീതിന്യായ വ്യവസ്ഥയിൽ, പോലീസിൽ, പട്ടാളത്തിൽ ഇവിടെയൊക്കെ നുഴഞ്ഞു കയറുക, ഇതിനുള്ള പണികളെല്ലാം നടക്കൊണ്ടിരിക്കണം. നമ്മുടെ കേരളത്തിൽ തന്നെ പച്ച വെളിച്ചമൊക്കെ NIA കണ്ടെത്തിയതാണ്. എതിരെ നിൽക്കുന്നവരെ, അത് ആരണമെന്നൊന്നുമില്ല, അത് ഹിന്ദു ആകാം, ക്രിസ്ത്യാനിയാകാം, മുസ്ലിം ആകാം, അവരെ ഉന്മൂലനം ചെയ്യുക, കൂടുതൽ ആളുകളെ എപ്പോഴും ഇവരുടെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കുറെ പരിപാടികൾ ഇവർ ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനപ്പുറത്ത് വേറൊരു ഭാഗം നടക്കുന്നുണ്ട്. അതായത്
രാഷ്ട്രീയപരമായിട്ട് SDPIയുടെ നേതൃത്വത്തിൽ ജനാധിപത്യത്തിന്റെ വഴിയിലൂടെ ഈ രാജ്യത്തെ കീഴ്ക്കൊണ്ടുവരിക എന്നുള്ള വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പാർട്ടികളുമൊക്കെ ആയിട്ട് അലയൻസ് ഉണ്ടാക്കുന്നു, അലയൻസ് ഉണ്ടാക്കി രാഷ്ട്രീയത്തിൽ വോട്ട് പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അത് കർണാടകത്തിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ നടന്നിട്ടുണ്ട്. നമ്മൾ കർണാടകത്തിലെ ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവര് SDPIയുടെ നേതൃത്വത്തിൽ ദളിതരെ ഉദ്ധരിക്കുക എന്ന് ബാനർ കാണിച്ചുകൊണ്ട് ഇവര് അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തും. നമുക്ക് കാണാം 2018 ഗ്രാമപഞ്ചായത്ത് ഇലക്ഷനുകളിൽ അതുവഴി ഇവർക്ക് ചില സീറ്റുകൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നും നമ്മുടെ NIA റിപ്പോർട്ടിലുണ്ട്. സീറ്റുകൾ നമ്മൾ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഇലക്ഷൻ ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്റ്റിൽ 224 സീറ്റ് 2018 ഇവർ പിടിച്ചെടുത്തു. കോർപ്പറേഷൻ ഇലക്ഷനാണ് കർണാടകത്തിൽ 18 സീറ്റ് 2018. മംഗലാപുരത്ത് 2019 2 സീറ്റ് പിടിച്ചു. കോയമ്പത്തൂരിൽ 2022 1 സീറ്റ് പിടിച്ചു. ഇനി ചാമരാജനഗറിൽ 6 സീറ്റ് മുനിസിപ്പാലിറ്റിയിൽ പിടിച്ചു. ഇങ്ങനെ ഈ കോയലേഷൻ ഒക്കെ ഉണ്ടാക്കി സാധാരണ രാഷ്ട്രീയ നില വന്ന് പിടിച്ചെടുക്കുകയാണ്. 2023 വളരെ ശ്രദ്ധിക്കണം, 2023 കർണാടക അസംബ്ലി ഇലക്ഷനിൽ SDPI നിരത്തിയ 16 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ഈ 16 സ്ഥാനാർത്ഥികളിൽ ഇവർ ചെയ്ത ടെക്നിക്ക് 4 ഹിന്ദു നാമധാരികൾ ഉണ്ടായിരുന്നു, ഒരു ബുദ്ധിസ്റ്റ് നാമധാരി ഉണ്ടായിരുന്നു, ഒരു ക്രിസ്ത്യൻ നാമധാരി ഉണ്ടായിരുന്നു. അപ്പോ ഇന്ത്യയുടെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി ആളുകളെ എങ്ങനെ മുമ്പിൽ നിർത്തുക. അപ്പോൾ ഇതിനൊരു മതേതര കളർ വരും. ഇന്ന് SDPIക്കാര് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളുടെയൊക്കെ പേര് വിവരങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ലൈവില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഹൈന്ദവ സ്ത്രീകളും പുരുഷനും. ഇതിനകത്ത് 1 2 എന്തോ ക്രിസ്ത്യൻ നാമധാരികളുണ്ട്. എന്താണ് അവരുടെ ലക്ഷ്യം? എന്തേ മുസ്ലിങ്ങൾ ആർക്കും ഇവർക്ക് നിൽക്കാൻ കിട്ടത്തില്ല, അവരുടെ വോട്ടുകൾ പിടിച്ചെടുക്കും. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഈ പാലായില് പൂഞ്ഞാറ് പള്ളിയില് ആ വൈദികനെ ഈ പിള്ളേര് കയറി ഇടിച്ചു കഴിഞ്ഞപ്പോ ഒരു ക്രിസ്ത്യാനി പരസ്യമായിട്ട് ആ പിള്ളേരുടെ കൂടെ ക്രിസ്ത്യാനി പിള്ളേരും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വിടുകയും അയാൾ പറയുന്ന വീഡിയോ എടുത്തിട്ട് പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഇത് എല്ലാവരും കൂടെ ചെയ്താന്ന് പറഞ്ഞ വ്യക്തി ചെയ്താണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇപ്പൊ കർണാടകയിൽ അൽഫോൺസ് ഫ്രാങ്കോ എന്ന് പറയുന്നത് ഇവരുടെ കാൻഡിഡേറ്റ് ആയിരുന്നു. ഇപ്പോഴും അവരുടെ വർക്കിംഗ് കമ്മിറ്റികൾക്കുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഈ സമൂഹത്തെ, അതായത് സമൂഹത്തെയും രാജ്യത്തെയും ഒറ്റുകൊടുക്കുന്ന ആളുകൾ ഈ ക്രിസ്ത്യാനിയുടെ ഇടയിലും ഉണ്ട് എന്ന്, ക്രിസ്ത്യാനിയുടെ മാത്രമല്ല ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പല ആളുകളും മതേതരത്വമൊക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ മനസ്സിലിരിക്കുന്ന എന്താണെന്ന് അറിയുന്നതാണ്. തമിഴ്നാട്ടില് 2019 AMMK-യുമായിട്ട് ഇവർ സഖ്യത്തിലായിരുന്നു. 2024 AIADMK ആയിട്ട് സഖ്യത്തിലായിരുന്നു. അതുപോലെ രാജസ്ഥാനിൽ ഇവർക്ക് സഖ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ട് സഖ്യങ്ങളിലൂടെ സാവധാനം ഈ ആളുകൾ ഇത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഈ വഴിക്ക് SDPI വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തന രീതി. അച്ഛൻ SDPIന്റെ പ്രവർത്തന ശൈലിയെ കുറിച്ച് പറഞ്ഞു. നമുക്കറിയാവുന്നതുപോലെ ഇവിടെ എല്ലാം ഒരു വർഗീയ ധ്രുവീകരണം നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ PFI എന്താണ്? PFIയുടെ പ്രവർത്തന രീതിയെ കുറിച്ച് വ്യക്തമാക്കാം. PFIക്ക് പ്രവർത്തനത്തിനായിട്ട് 3 പാർശ്വ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ വിഭാഗങ്ങളുണ്ടെന്ന് പറയാം. അതിൽ ഒന്നാണ് റിപ്പോർട്ടർ വിങ്, 2 ഫിസിക്കൽ ആൻഡ് ആംസ് ട്രെയിനിങ് വിങ്, 3 സർവീസ് വിങ് അല്ലെങ്കിൽ ഹിറ്റ് ടീംസ് അല്ലെങ്കിൽ ആക്ഷൻ ടീംസ് എന്ന് പറയുന്നത്. ഇതിൽ റിപ്പോർട്ടർ വിങ് എന്ന് പറയുന്നത് അവരുടെ ഇന്റലിജൻസ് ഏജൻസിയാണ്. ആളുകളുടെ ഇപ്പോ ഒരാളെ ഉദ്ദേശിക്കുന്നു, അയാളുടെ ഡാറ്റ മുഴുവൻ കളക്ട് ചെയ്യുക, അയാൾ എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോൾ, എവിടെ കാണും, അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നത് ഇവരുടെ പണിയാണ്. ഇതിനായിട്ട് പൊതുവെ നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടില് ഈ ബൈക്കില് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ഇറങ്ങി നടക്കുന്നത് കാണാം. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇത് പലപ്പോഴും ഈ ആളുകളെ ലൊക്കേറ്റ് ചെയ്യാനും അവരുടെ പ്രവർത്തനം മനസ്സിലാക്കാനും ഒക്കെ ഇറങ്ങി നടക്കുന്നവരാണ്. ഈ തീവ്രവാദം നാട്ടിൽ മുഴുവൻ നടന്നിരിക്കുമ്പോൾ നമുക്ക് വളരെ കൂളായിട്ട് ജീവിച്ചു പോകാൻ പറ്റിയില്ല. ഈ ആളുകളുടെ അനുദിന ജീവിതചര്യ അതെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് ഇവര് സെൻട്രൽ കമ്മിറ്റിക്ക്, സ്റ്റേറ്റ് കമ്മിറ്റി കൈമാറുകയാണ് ചെയ്യുന്നത്. ഇവര് സംഭരിച്ചു വയ്ക്കുന്ന ഡാറ്റ നിരന്തരമായിട്ട് ഈ ആളുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വരും. അതുകൊണ്ട് ഇത് സർവീസ് വിങ്ങിലേക്ക്, അതുകൊണ്ട് അവർക്ക് ഈ ഇവിടെ ഒന്നും വരാതെ തന്നെ ആൾ എവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ള എല്ലാ കൃത്യമായ വിവരം ഈ സർവീസ് വിങ്ങിന്, അതായത് ഹിറ്റ് ചെയ്യാൻ നടക്കുന്ന വിങ്ങിന് ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് വളരെ വളരെ ഷാർപ്പായിട്ടാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിന്റെ രണ്ടാമത്തെ വിങ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് ആംസ് ട്രെയിനിങ് വിങ് ആണ്. ഇവര് ആയുധ പരിശീലന വിഭാഗമാണ്. കത്തി, വാള്, തോക്കുകള്, എയർ ഗണ്ണ്, കളത്തൂക്കുകളുണ്ട്, ഇതൊക്കെ ആയിട്ട് പരിശീലനം നടത്തുക. പിന്നെ ഈ മാർഷൽ ആർട്ട്, കരാട്ടെ, അതുപോലെ യോഗ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രാക്ടീസ് ആണെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ സെൽഫ് ഡിഫൻസ് പഠിപ്പിക്കുകയാണെന്നുള്ളതിൽ പല ട്രെയിനിങ് നടത്തുക. ഇതിനകത്തൂടെ ഇത് നടക്കുന്നുണ്ട്. ഗ്രാമങ്ങളില് ഫിറ്റ്നസ് ക്യാമ്പുകള്, സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിശീലനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് സംഘടിപ്പിക്കുക. ഇതിനകത്തുനിന്ന് ഈ സംഘടിപ്പിക്കുന്ന അവസരത്തിൽ ശത്രുക്കളായിട്ട് കണക്കാക്കുന്ന ആളുകൾക്കെതിരെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുക, മസ്തിഷ്കാടനം എന്ന് നമ്മൾ പറയുമല്ലോ, നടത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ആളുകളെ ഉന്മൂലനം ചെയ്യാനായിട്ട് കഴിവുണ്ടെന്ന് അവർ കണക്കാക്കുന്ന ആളുകളെ ഈ ടീമിലേക്ക് റിക്രൂട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ഫിസിക്കൽ ആൻഡ് ആംസ് ട്രെയിനിങ് വിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
കണ്ണൂര്, മലപ്പുറം, മൈസൂര്, മംഗലാപുരം, തമിഴ്നാട് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ഇവരുടെ ഈ ട്രെയിനിങ് ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. PFIയുടെ ആയുധ പരിശീലന കേന്ദ്രമായിരുന്നു ഈ പറയുന്ന റിപ്പോർട്ടിൽ പറയുന്ന പെരിയാർ വാലി ക്യാമ്പസ് എന്ന് പറയുന്നത്. അവിടുന്ന് 5 പേരുടെ ഹിറ്റ് ലിസ്റ്റ് ഇവര് പിടിച്ചെടുത്തതാണ്. ഇതിന്റെ മൂന്നാമത്തെ ചുരുക്കത്തിൽ ഇവര് നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളും മെക്സെവൻ അടക്കം, യോഗ സെന്റർ അടക്കം, ജിം ട്രെയിനിങ് അടക്കം, മതസ്ഥാപനങ്ങൾ അടക്കം, ഇവരുടെ ചാരിറ്റി, ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റികൾ അടക്കം നമ്മൾ ജാഗ്രതയോടുകൂടി കാണും. ജോലിയും കൂലിയും ഇല്ലാതെ ബൈക്കിൽ ചുറ്റി നടക്കുന്ന കാപാലികന്മാരാകുന്ന തീവ്രവാദികളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നതാണ് ആന്റണി അച്ഛൻ നൽകുന്ന മുന്നറിയിപ്പ്. ഒരു വലിയ മുന്നറിയിപ്പ്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് നിരീക്ഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഇത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. എല്ലാവർക്കും അറിയാം ഇത്. പക്ഷേ പൂച്ചയ്ക്കാരു മണികെട്ടുമെന്നതുപോലെ രാജാവ് നഗ്നനാണെന്നും ഈ രാജ്യത്ത് തീവ്രവാദം കൊടികുത്തി വാഴുകയാണെന്നുമുള്ള യാഥാർത്ഥ്യം ആര് തുറന്നു പറയും? ആരെങ്കിലും ഈ ഭീകരവാദത്തെ സംബന്ധിച്ചൊന്ന് തുറന്നു പറയണ്ടേ? ഇപ്പോ വിദ്യാലയങ്ങളില് പ്രത്യേകമായി ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം വേണം, ഞങ്ങൾക്ക് ഹിജാബ് വേണം, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അവധി വേണം, ഞങ്ങൾക്ക് ഹിജാബ് ധരിച്ചിട്ടില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല. വിദ്യാഭ്യാസ തുല്യതയെ പോലും സാരമായി ബാധിക്കുന്ന രൂപത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബിന്റെ പേരിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുകയും മുഴുവൻ കുട്ടികളുടെയും വിദ്യാഭ്യാസം പോലും തകരുന്ന രൂപത്തിൽ സ്ഥാപനം പൂട്ടിയിടേണ്ടി വരുന്ന സാഹചര്യം വരെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം ഈ കേരളക്കരയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പള്ളുരുത്തി മാത്രമല്ല. ഇവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 1985-86 കാലഘട്ടങ്ങളിൽ ഷാബാനു ബീഗം കേസ് മുതൽ ഇത് നമ്മുടെ നാട്ടിൽ സ്ഥിരം വരുന്ന പദ്ധതിയാണ്. ഹിജാബിട്ട വിദ്യാലയങ്ങളിൽ പ്രവേശിക്കാൻ അനുമതി തേടുക, അതിനപ്പുറം വിദ്യാലയങ്ങൾ, പ്രാർത്ഥനാ ഇടങ്ങൾ വളരെ വിപുലമായി തന്നെ ഒരുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക. ഇങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ നിന്നും ഉയർന്ന് നമുക്ക് കേൾക്കുന്നത്. സത്യത്തിൽ മറ്റു വിദ്യാർത്ഥികളും ഇതുപോലെയല്ലേ കലാലയങ്ങളിൽ, വിദ്യാലയങ്ങളിലൊക്കെ പഠിക്കുന്നത്? ഇസ്ലാം വിദ്യാർത്ഥികൾ മാത്രമാണോ ഇത്തരം വിദ്യാലയങ്ങളിൽ പഠിക്കുന്നത്? നമ്മുടെ ഭരണഘടന പ്രകാരം എല്ലാവർക്കും തുല്യതയും തുല്യ അവകാശവുമാണ് ഉറപ്പാക്കുന്നത്. ഇത്തരം ആവശ്യങ്ങളൊക്കെയും തന്നെ നടപ്പിലാക്കുന്നത് അവരുടെ ഒരു ന്യൂനപക്ഷ അവകാശങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടാണ്. പക്ഷേ ഭാരതത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഭാരതം പോലുള്ള രാജ്യങ്ങളിൽ മാത്രമാണ് അവർ ഇത്തരത്തിലുള്ള അവകാശങ്ങൾ ഉന്നയിക്കുന്നതെന്ന് കരുതാം. 70% മുസ്ലിങ്ങളുള്ള കസാഖിസ്ഥാനില് സ്കൂളില് ഹിജാബിട്ട് പ്രവേശനം സാധ്യമല്ല. താജിക്കിസ്ഥാനിൽ ഏകദേശം 96% മുസ്ലിങ്ങളുണ്ട്. അവിടെയും ഹിജാബിട്ട് സ്കൂളിൽ പ്രവേശിക്കാൻ പാടില്ല. രാജ്യത്തെ നിയമമാണ്. വിദ്യാർത്ഥികൾ സ്കൂളിലെങ്കിലും അവരുടെ മുഖങ്ങൾ കണ്ട് പഠിക്കട്ടെ, പരസ്പരം അവരുടെ മുഖങ്ങൾ കണ്ട് പഠിക്കട്ടെ. അത് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ അവരുടെ പരസ്പരം നല്ല സൗഹൃദം ഉണ്ടാക്കിയെടുക്കട്ടെ. അങ്ങനെ പരസ്പരം സഹവർത്തിത്വത്തോടുകൂടി കഴിയുന്ന ഒരിടമല്ലേ. 97% മുസ്ലിങ്ങളുള്ള താജിക്കിസ്ഥാനിൽ താടി പറ്റില്ല. അപ്പിക്കുപ്പായം ധരിച്ച് ഐഡന്റിറ്റി മറച്ചു വെച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് കസാഖിസ്ഥാൻ, അത് തന്നെയാണ് ഖുറാസാനും സമർക്കന്തും തുടങ്ങിയ അനേകം രാജ്യങ്ങൾ ഇതിന് തെളിവാണ്. ഉസ്ബെക്കിസ്ഥാൻ, എത്രയോ രാജ്യങ്ങൾ ഇസ്ലാമിക ഭൂരിപക്ഷം ഉണ്ടായിരിക്കെ, മുസ്ലിം ഭരണാധികാരികൾ ഭരിക്കാനിരിക്കെ ഇസ്ലാമിക നിയമങ്ങൾ വലിച്ചെറിഞ്ഞ് മാനവികതയുടെ പാതയിലേക്ക് വരുമ്പോൾ ജനാധിപത്യ രാജ്യമായിട്ടുള്ള മതേതര രാജ്യമായ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഇപ്പോഴും ഞങ്ങൾക്ക് അപ്പിക്കുപ്പായം വേണേ എന്ന് പറഞ്ഞു തൂറാമുട്ടുന്ന രൂപത്തിൽ ഇവർ ആ കുപ്പായത്തിനു വേണ്ടി പൊതുവിദ്യാലയങ്ങളിൽ പോലും കലാപങ്ങൾ നടത്തുമ്പോൾ, സമരം നടത്തുമ്പോൾ, പ്രതിഷേധങ്ങൾക്കു വേണ്ടി കേരള ഹൈക്കോടതി തീവ്രവാദ സംഘടനകളാണ് എന്ന് മുദ്രകുത്തിയ SDPI, PFI ഭീകരവാദികളുമായിട്ട് കയറി വരുമ്പോൾ ഈ രാജ്യം എത്രമേൽ ഭീകരതയ്ക്ക് അടിമപ്പെട്ടു പോയി എന്ന് ചിന്തിച്ചു നോക്കാം.
വിദ്യാലയങ്ങൾ. അവിടെ നാം ഇത്തരത്തിലുള്ള മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എത്രത്തോളം ശരിയാണ്? അത് രാജ്യത്തിൽ ഭീകരവാദം വളർത്തുവാനേ സാധിക്കുള്ളൂ. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര കാലത്തിൽ തന്നെ ഇത് തെളിയിക്കപ്പെട്ടതാണ്. 1920-കളിൽ നമുക്ക് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഖിലാഫത്ത് പ്രസ്ഥാനം, തുർക്കിയിലെ സുൽത്താനെ മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ട ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്നിവിടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ്. അതിലൂടെ അവർ നേടിയെടുത്ത അവകാശം രാജ്യത്തിന്റെ വിഭജനത്തിലേക്കാണ് എത്തിച്ചത്. അപ്പോൾ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പരസ്പരം അറിഞ്ഞു പഠിക്കുന്നത്. എന്തിനാണ് നമ്മൾ അവരുടെ ഒരു മുഖം മറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? ഒരു മനുഷ്യന് അവന്റെ വികാരങ്ങൾ ഏറ്റവും കാണിക്കാൻ പറ്റുന്ന അവന്റെ മുഖത്തിലൂടെ. അപ്പോൾ വളരെ സുതാര്യമായ രീതിയിൽ മുഖം പകുതി മറക്കാതെ വളരെ സുതാര്യമായ രീതിയിൽ അവർ സൗഹൃദത്തോടു കൂടി വിദ്യാലയങ്ങളിൽ പഠിക്കട്ടെ. അവരുടെ മുഖങ്ങൾ മറ്റു കുട്ടികളെ പോലെ തന്നെ അധ്യാപകർ കാണട്ടെ. പത്രങ്ങളിൽ വന്ന റിപ്പോർട്ട് പ്രകാരം 2001 മുതൽ ഏകദേശം 45,000-ന് മുകളിലാണ് ചൈൽഡ് മെസ്സേജുകൾ. ഇത് ഏറ്റവും കൂടുതൽ നടന്നത് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചാണ്. ഗാർഡിയനാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. വളരെ വിശ്വാസ്യതയുള്ള ഒരു പത്രമാണ്. അപ്പൊ അങ്ങനെ അത്തരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങവേ നമ്മൾ മുഖം മറച്ച് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ എങ്ങനെയാണ് അവർ നേരിടുന്ന സംഘർഷങ്ങളെ കുറിച്ച്, മാനസിക അവസ്ഥകളെ കുറിച്ചൊക്കെ അധ്യാപകർക്ക് മനസ്സിലാക്കും? മലപ്പുറം പോലെ മുസ്ലിങ്ങൾ തിങ്ങി അധിവസിക്കുന്ന ഒരു ജില്ലയിൽ 45,000 കുട്ടികൾ ചൈൽഡ് മാരേജിന് വിധേയരായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്ര മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു? എത്ര കുഞ്ഞുങ്ങളെയാണ് ഇവർ ഭോഗവസ്തുവാക്കി മാറ്റിയത്? എത്ര ബാല്യങ്ങളെയാണ് ഇവർ കശക്കിയിരുന്നത്? എത്ര ബാല്യ കൗമാരങ്ങളുടെ ഭാവിയാണ് ഇവർ തകർത്തത്? എത്ര കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ് ഇവർ തകർത്തത്? നാളെ ഈ രാജ്യത്തിന് മുതൽക്കൂട്ടാകേണ്ടുന്ന എത്ര യൗവനങ്ങളെയാണ് ഇവർ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത്? മുഖം മറച്ച് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ എങ്ങനെയാണ് അവർ നേരിടുന്ന സംഘർഷങ്ങളെ കുറിച്ച്, മാനസിക അവസ്ഥകളെ കുറിച്ചൊക്കെ അധ്യാപകർക്ക് മനസ്സിലാക്കും? ഇരയാക്കപ്പെടുന്ന കുട്ടികളെ അവർക്ക് തിരിച്ചറിയില്ല. അധികം പെൺകുട്ടികളാണ് ഇത്തരം കാര്യങ്ങൾ ഇരയാക്കപ്പെടുന്നത്. അവരുടെ അവകാശങ്ങളാണ് ധ്വംസിക്കപ്പെടുന്നത്. വളരെ കർശനമായ മത നിയമങ്ങളെല്ലാം തന്നെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതും പെൺകുട്ടികളാണ്. അത് ട്രിപ്പിൾ തലാഖിന്റെ കാര്യമായാലും ഹിജാബിന്റെ കാര്യമായാലും തങ്ങൾക്ക് ലഭിച്ച മാർക്കിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ പ്രകടിപ്പിച്ച കഴിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു അഭിനന്ദനം ഏറ്റുവാങ്ങാൻ സ്റ്റേജിൽ പ്രവേശിക്കാനുള്ള കാര്യത്തിന്റെ എടുത്താലും ഒക്കെയും ഇത്തരത്തിലാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത്. താൻ സമർത്ഥമായി പഠിച്ചതിന്റെ പേരിൽ സമ്മാനം വാങ്ങാൻ പിതാവ് വേദിയിലേക്ക് കയറിപ്പോകേണ്ടുന്ന സാഹചര്യവും, കുട്ടിയുടെ പേര് വിളിച്ചപ്പോൾ കുട്ടി വേദിയിലേക്ക് പോകുന്നതിനെ തടഞ്ഞ് ആ വേദിയിലേക്ക് വന്ന കുട്ടിയെ അപമാനിതയായി ഇറക്കിവിട്ട സംഭവവും ഈ കേരളത്തിലാണ് നടന്നത്. വലിയ സ്വാതന്ത്ര്യമില്ലായ്മയാണ് അവർ അഭിമുഖീകരിക്കുന്നത്. അത്തരം വിദ്യാർത്ഥികൾക്ക് എവിടെയാണ് നാം ഹിജാബ് ധരിപ്പിച്ച് അയക്കേണ്ടത്? ഹിജാബ് കൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി ഹരിക്കാനല്ലേ ശ്രമിക്കുന്നത്? ഇനി അവർക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞിരിക്കട്ടെ, ആ സമയത്ത് അവരുടെ ഇഷ്ടപ്രകാരമാണെങ്കിൽ ഹിജാബ് ധരിക്കട്ടെ. ഇത് സത്യത്തിൽ ആചാര അനുഷ്ഠാനങ്ങളുടെ ലംഘനം ഒക്കെ നടത്തുവാനായിട്ട് സമരം ചെയ്തവരാണ് പ്രധാനമായിട്ട് കാണുന്നത്. ഇപ്പോൾ ശബരിമലയിലൊക്കെ വലിയ ഇതിനെതിരെയുള്ള സമരം നടത്താനായിട്ട്, ശബരിമലയിലൊക്കെ ഇതിനെതിരെയുള്ള ഒരു വളരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനായിട്ട് ഇടതുപക്ഷ സംഘടനകൾ തയ്യാറായി. അപ്പോൾ ഇത് ഇടതുപക്ഷ സർക്കാരിന്റെ മാത്രം കാര്യമല്ല. അത് മാത്രമല്ല ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു വരുന്നത്. 1985-ലെ ഷാബാനു കേസിന്റെ കേസിന് ശേഷം ഷാബാനു തങ്ങൾക്ക് മെയിന്റനൻസ് നൽകാൻ സാധിക്കില്ല കേസ് കൊടുത്തപ്പോൾ തങ്ങൾക്ക് വിവാഹമുക്തയായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശത്തിന് അർഹതയില്ല എന്ന് കോടതി വിധിച്ചപ്പോൾ മുഹമ്മദ് ആരിഫ് ഖാൻ എന്ന് പറയുന്ന തന്റെ ഭർത്താവ് അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹത്തിന് ഒരു കിളുന്ത് പെണ്ണിനെ കണ്ടപ്പോൾ മോഹമുദിച്ച് ഷാബാനു ബീഗത്തിന്റെയും അദ്ദേഹത്തിന്റെ 4 മക്കളെയും ഷാബാനുവിനോടൊപ്പം വിട്ട് 1 രൂപ പോലും കൊടുക്കാതെ നിരാലംബയായി അവരെ ഇറക്കി വിട്ടപ്പോൾ ഷാബാനു ബീഗം യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നു ഒരു രാജ്യത്തോട്, ഒരു രാജ്യത്തെ ഭരണവർഗത്തോട്, ഒരു രാജ്യത്തെ ഭരണഘടനയോട്, നിയമത്തോട്, അന്ന് നിലനിന്നിരുന്ന സാമൂഹിക സ്ഥിതിയോട് അവർ യുദ്ധം ചെയ്ത് നേടിയെടുത്തതാണ് വിവാഹമുക്തയായിട്ടുള്ള മുസ്ലിം സ്ത്രീക്ക് ജീവനാംശം ലഭിക്കണം എന്ന ഒരു നിയമം. അന്ന് നിലനിന്നിരുന്ന സകലമാന വ്യവസ്ഥിതികളോടും പൊരുതി ഷാബാനു ബീഗം എന്ന സ്ത്രീ വർഷങ്ങളോളം കോടതി വരാന്തകൾ കയറി ഇറങ്ങി നേടിയെടുത്തതാണ് അങ്ങനെ ഒരു നിയമം. മെയിന്റനൻസ് അഥവാ ജീവനാംശം ഒന്നും നൽകാനായിട്ട് സാധിക്കില്ല എന്നാണ് ഭർത്താവ് പറഞ്ഞത്. ഇത് ഒരു ഇടതക്കാലത്തേക്ക് മാത്രമേ നൽകാൻ കഴിയൂ. അതായത് ഏകദേശം വിവാഹമോചനം കഴിഞ്ഞ് 3 മാസം, ഡൈവോഴ്സിന് ശേഷം ഏകദേശം 3 മാസം വരെ മാത്രമേ ഇത് നൽകാൻ കഴിയുള്ളൂ. സത്യത്തിൽ അന്ന് CRPC 125-ന്റെ ലംഘനമായി. പക്ഷേ ഷാബാനുവിന് നീതി നൽകേണ്ട കോൺഗ്രസ് സർക്കാർ, അത് 400 മുകളിൽ സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാർ മത മൗലികവാദികൾക്കൊപ്പം പോയി. അവരെന്ന് പാസാക്കിയ നിയമം മുസ്ലിം വുമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് 1986. ഇത് പ്രകാരം 3 മാസം മുസ്ലിം യുവതിക്ക് മെയിൻ്റനൻസ് നൽകിയാൽ മതി. വളരെ ദുർബലയായ, വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ഷാബാൻ.
എന്തിനായിരിക്കും കോൺഗ്രസ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു കാര്യം അവർക്ക് ചെയ്തത്? ഏത് മൗലികവാദികളെ പിന്തുണയ്ക്കാനായാലും അങ്ങനെ ചെയ്തത് ശരിയായി? ഒരു ജനാധിപത്യ സർക്കാർ ഈ രീതിയിലാണോ പ്രവർത്തിക്കുന്നത്? അങ്ങനെ ഈ ജനാധിപത്യ സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് 45,000-ത്തിലധികം ശൈശവ വിവാഹങ്ങൾ മലബാറിലും ഒരുപാട് വിവാഹമുക്തകളാക്കപ്പെട്ട 1 രൂപ പോലും ജീവനാംശം ലഭിക്കാത്ത സ്ത്രീകൾ ഈ സ്വതന്ത്ര ഭാരതത്തിലും ഉണ്ടായി. നോക്കാൻ ആളില്ലാതെ, കാണാൻ ആളില്ലാതെ, കഴിക്കാനും കുടിക്കാനും ഉടുക്കാനും കിടക്കാനും പറ്റാതെ ഒരുപാട് ബാല്യ കൗമാര ശൈശവങ്ങളെ ഇവരുടെ കാൽ കീഴിലിട്ട് ഞെരിച്ചമർത്തി ഇല്ലാതാക്കാൻ കോൺഗ്രസ് സർക്കാർ മുസ്ലിം തീവ്രവാദികൾക്ക് കൂട്ടുനിന്നു. ഇനിയും അവരുടെ കരങ്ങളിൽ തന്നെ ഈ രാജ്യം ചെന്ന് നിന്നാൽ എന്താകുമെന്ന് ചിന്തിച്ചാൽ മതി, നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. നോക്കിക്കോ, ഇവരെ തന്നെ നിങ്ങൾ ഭരണം ഏൽപ്പിക്കണം കേട്ടോ. കാരണം എന്താണെന്നറിയാമോ? മുഹമ്മദ് നബിയുടെ ഭരണ സംവിധാനം കൊണ്ടുവരണ്ടേ നമ്മുടെ രാജ്യത്ത്? പ്രവാചകൻ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരി, പ്രവാചകൻ പെണ്ണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരി, പ്രവാചകൻ മനുഷ്യന്റെ തലകൾ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരി, പ്രവാചകന്റെ ശൈശവ വിവാഹങ്ങളെ പോലും ഈ ആധുനിക കാലഘട്ടത്തിൽ, ഈ ഇന്റർനെറ്റ് യുഗത്തിൽ കോട്ടിട്ട് വന്ന് പബ്ലിക്കിന്റെ മുമ്പിൽ, അതും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഉത്തുംഗതയിൽ വിരാജിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് ആ ഗോത്രകാല നേതാവിനെ ന്യായീകരിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഇസ്ലാം മതവിശ്വാസികളും മുസ്ലിം പൗരോഹിത്യവും അധപ്പതിച്ചു പോയി എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ കൈകളിൽ തന്നെ ഇനിയും ഈ ഭരണം ഒന്ന് വച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. റിയൽ കാരുണ്യമാണ്. ഞാൻ പറയുന്നു, മുഹമ്മദ് നബി 1000 ആളെ തല അരിയുന്നുണ്ടെങ്കിൽ ആ റിയൽ കാരുണ്യമാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും നല്ല കരുണ ഞാനും കേട്ടിട്ടില്ല, അല്ലെങ്കിൽ കാരുണ്യബോധമുള്ള ഒരു സന്ദേശം കേട്ടിട്ടില്ല. ഈ മനുഷ്യൻ പറഞ്ഞതല്ല നയമെന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരാള് ഇസ്ലാമിലുണ്ടോ? തലയരിയില് കാരുണ്യമാണ്, ബഹുഭാര്യത്വം സന്മാർഗ ജീവിതമാണ്. ബഹുഭർത്തൃത്വം പാടില്ല, ബഹുഭാര്യത്വം. 56 വയസ്സ് പ്രായമുള്ള ആള് 9 കാര്യം കിട്ടുന്നത് കൊണ്ട്, പ്രകൃതി വിരുദ്ധതയൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് നല്ലതാണ്. അതെന്തോ വലിയ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്തതാണ്. ചിലർ പറയും അത് പ്രവാചകന് വേണ്ടി മാത്രം കൊടുത്ത ചില സൗജന്യങ്ങളാണ്, നമ്മളാരും അത് ചെയ്യരുത്. എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങളുടെ ഈ ആദർശ ഗ്രന്ഥത്തിൽ, നിങ്ങളുടെ ഈ വിശ്വാസത്തിൽ ഉപീതരായിട്ടൊന്നും കാര്യമില്ല, മറുപടി തരണം. നിങ്ങളെല്ലാം ദീർഘവർഷങ്ങൾ പഠിക്കുന്ന പണ്ഡിതന്മാരല്ലേ. ഈ തലപ്പാവിനോടൊക്കെ ബഹുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ, എന്താണ് ഈ ഇസ്ലാമിക രാജ്യത്തിന്റെ ആദർശം? ഞാൻ പറയുന്നു, ഇതുപോലെ ഒരു ഇസ്ലാമിക രാജ്യം വന്നാൽ എത്ര തലകൾ തെരുവുകളിൽ കിടന്ന് പിടയേണ്ടി വരുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആ ഇസ്ലാമിക ഭരണത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു പിടി ആളുകൾ ഈ കൊച്ചു കേരളക്കരയിൽ. കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം യുവാവ് വന്ന് പറഞ്ഞത് കേട്ടോ, ഇസ്ലാമിക ഭരണം വരണം, അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ എതിർക്കുന്നവരുടെ തലകൾ കൊയ്യാൻ, കൈകാലുകൾ കൊയ്യാനുള്ള ഒരു നിയമത്തിനു വേണ്ടിയാണ് തന്നെ പോലെയുള്ള ആളുകൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് എന്നാണ്. അപ്പോൾ 1000 പേരുടെ തലകളാണ് ഈ പ്രവാചകൻ അരിഞ്ഞതെങ്കിൽ ആ തലയരിയൽ കാരുണ്യമാണ് എന്ന് പറയുന്ന ഇവരുടെ മാനസികാവസ്ഥയെ ചോദ്യം ചെയ്താൽ നമ്മൾ മോശക്കാർ. സമുദായത്തിന് വേണ്ടി ഘോരഘോരം പ്രസംഗിച്ച് ഇസ്ലാം മതത്തെ കുറിച്ച് പറഞ്ഞ് വോട്ട് നേടാൻ ആഗ്രഹിച്ച് അധികാരത്തിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്ന മതമൗലികവാദികൾ, നിങ്ങൾക്ക് ജനാധിപത്യ സെക്യുലറിസ്റ്റുകൾ. ഓക്കെ, നമ്മൾ രാഷ്ട്രീയം പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി ഏകദേശമൊക്കെ പൊളിറ്റിസൈസ് ചെയ്ത് നമ്മളെ വഴിയിലേക്ക് വന്നു. ഇപ്പൊ ഓരേതാ നമ്മളേതാന്ന് അറിയാത്ത ചെറിയൊരു കൺഫ്യൂഷൻ നാട്ടിലുണ്ടായിട്ടുണ്ട്. ജമാഅത്ത് അത് സത്യമാ. ഒന്നുകിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വഴിയിൽ നിങ്ങൾ പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ വഴിയിൽ ജമാഅത്തെ ഇസ്ലാമി വന്നു. ശരിക്കു പറഞ്ഞാൽ ഈ കൊച്ചു കേരളക്കരയ്ക്ക് ജമാഅത്തെ ഇസ്ലാമിയെയും നിങ്ങളെയും
തിരിച്ചറിയേണ്ട കാര്യമില്ല. രണ്ടും ഒരു നാണയത്തിന്റെ ഒരു വശമാണ് എന്ന് ഈ കൊച്ചു കേരളക്കര തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന് ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. തീരുമാനിച്ചതുകൊണ്ട്, ജമാഅത്ത് രാഷ്ട്രീയം സ്വീകരിക്കാൻ തീരുമാനിച്ചതുകൊണ്ട്, ജമാഅത്ത് ലീഗ് ഒരു 10-70 കൊല്ലം പറഞ്ഞ വഴിയിലേക്ക് വന്നതുകൊണ്ട് ഇവര് പറയാണ് ജമാഅത്തുമായിട്ട് ഇതൊക്കെ എന്താ ബന്ധം, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ജമാഅത്തിന്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് പോകണം. എടോ, അവര് നന്നായിട്ട് ഞങ്ങളെ വഴിയിലേ വരുന്നത്, ഞങ്ങൾ ഉത്തരവാദിയാ. ഇത് ഞങ്ങൾ പറഞ്ഞ മാർഗമല്ലേ? ഞങ്ങൾ മാറ്റി പൊളിറ്റിക്കൽ ഇസ്ലാം പറയണോ? ഞങ്ങൾ കുഴപ്പത്തിന്റെ വഴിയിലേക്ക് പോണോ? എന്തുമാത്രം ഒരു കുഴപ്പം പിടിച്ച വർത്താനാണ് നിങ്ങൾ പറയുന്നത്? നമ്മൾ രാഷ്ട്രീയം പറഞ്ഞു ജമാഅത്ത് മതമാണ് നമ്മളുടെ പ്രശ്നം. മതമാണ് നമ്മളുടെ ആത്യന്തികമായ പ്രശ്നം. മുസ്ലിം സമുദായത്തിനു വേണ്ടി അധികാരം, കേരളത്തിന്റെ അധികാരം ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞത് തന്നെയല്ലേ ജമാഅത്തെ ഇസ്ലാമി ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഭരണം വേണമല്ലോ, ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയും, ഒരു സംശയക്കാര്യത്തിലില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഭരിക്കുന്നത് MLA-മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല. നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. ഈ ആനുകൂല്യങ്ങളൊക്കെ മേടിച്ച് സമുദായത്തിന് കൊടുക്കുമെന്ന് പറയുമ്പം ഈ ക്രിസ്ത്യാനികളെ ബന്ധുക്കളും വായും പിടിച്ചിരിക്കൊന്നും വേണ്ട, നിങ്ങൾക്കല്ലത്. നിങ്ങൾക്ക് കൊടുക്കുന്ന കാര്യമല്ല നമ്മുടെ ഷാജിയണ്ണം പറയുന്നത്. ഇത് നമ്മുടെ സമുദായത്തിന്റെ കാര്യമാണ് ഷാജിയണ്ണം പറയുന്നത്. ഈ മതത്തിന്റെ പേരിൽ പാർട്ടി ഉണ്ടാക്കി മതേതരം പ്രസംഗിച്ച് നടന്ന് ഭൂരിപക്ഷമായി കഴിഞ്ഞപ്പം മതേതരം എന്നിടത്തുന്ന തരം എടുത്ത് കളഞ്ഞു. ഇപ്പം മതം മാത്രമേ ഉള്ളൂ തലയില്. ഇപ്പൊ കോൺഗ്രസ് എന്ന പാർട്ടി പോലും മതത്തിന് വേണ്ടി, ഏത് ഞമ്മക്ക് വേണ്ടി നിൽക്കണമെന്നാണ് ആര് ഷാജിയണ്ണം പറയുന്നത്. മനസ്സിലായില്ലേ? ഈ ഷാജി അണ്ണന്റെ ഈ ആവശ്യം ഇന്ന് കേരളം തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. ഇവര് തരാതരം മാറ്റിയും മറിച്ചും പറയും. ഇപ്പൊ പറഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ ഇവരത് തിരിച്ചു പറയും. എന്തെന്നറിയാമോ? ഇവരുടെ ലക്ഷ്യം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മാരകമായിട്ടുള്ള ആശയം നടപ്പിലാക്കുക എന്നത്. ഞാനിപ്പോ എന്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. ഞാൻ 2016 ജർമ്മനി പോയപ്പോ എന്റെ മൈക്ക് ഹീറോ എന്ന് പറഞ്ഞ സുഹൃത്ത് ഫ്രാങ്ക്ഫർട്ടിൽ അദ്ദേഹത്തിന് വീട് താമസിക്കാണ്. അപ്പൊ ഞങ്ങൾ വൈകുന്നേരം നടക്കാൻ പോയപ്പോ മൈക്ക് എന്നോട് പറഞ്ഞു, സിറിയയിൽ നിന്നുള്ള 2 അഭയാർത്ഥികൾക്ക് ഞാൻ എന്റെ ഔട്ട് ഹൗസിൽ താമസിക്കാൻ സൗകര്യം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവരെ കാണാൻ താല്പര്യമുണ്ട്? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 ആൾ പോയി. നടത്തം കഴിഞ്ഞ് അവരെ എടുത്തു പോയി. അപ്പോ ഒരാൾ മുഹമ്മദ്, ഒരാൾ അബൂബക്കർ, ചെറുപ്പക്കാരെ മൂത്താക്കി 21 വയസ്സ്. അപ്പോൾ പാവങ്ങള് അവരവിടുന്ന് പീഡനം സഹിക്കാൻ വയ്യാതെ ഓടി പോന്നതാ. അപ്പൊ ഇയാൾ ചോദിച്ചു, നോമ്പ് തുറക്കാൻ വിളിച്ചാൽ വരുമോ എന്ന് ചോദിച്ചു. എന്റെ നോമ്പുകാരാ. അപ്പൊ ഞാൻ പറയാൻ നോമ്പ് വെക്കാറില്ല, പിന്നെ നോമ്പ് തുറക്കാൻ നിങ്ങൾ വിളിച്ചാൽ വരുന്ന എനിക്ക് വരുമുണ്ടല്ലോ, എന്നാ പിന്നെ അങ്ങനെയൊക്കെ വർത്താനം കൊടുക്കും. രാത്രി ഇരിക്കുമ്പോ മൈക്ക് എന്നോട് പറഞ്ഞു, നിങ്ങൾക്കറിയോ ഈ 2 അഭയാർത്ഥികൾ ഇവിടെ താമസിപ്പിച്ചതിന് എനിക്ക് ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഫണ്ട് കിട്ടും. അത് ഞങ്ങളുടെ തീരുമാനമാണ് മുനിസിപ്പാലിറ്റിയുടെ. അപ്പൊ ഞാൻ സൗജന്യം ചെയ്യാന്ന് കാരശ്ശേരി വിചാരിക്കണ്ട, അതിന് പൈസ കിട്ടുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയാണ്, സൗദി അറേബ്യ ഞങ്ങൾ ഗവൺമെന്റിനോട് ചോദിച്ചു, അവിടെ എത്ര മുസ്ലിങ്ങൾ ഉണ്ടല്ലോ, പള്ളി ഉണ്ടാക്കാൻ കുറച്ച് പൈസ അയക്കട്ടെ. എങ്ങനെയുണ്ട് ഇത്? ഇവര് ഊണ് കഴിച്ചോ, ഇവർക്ക് ചികിത്സ കിട്ടാനുള്ള പ്രശ്നമുണ്ടോ, വസ്ത്രം വാങ്ങിയോ, അങ്ങനത്തെ കാര്യങ്ങളില്ല. ഇവർക്ക് പള്ളി ഉണ്ടാക്കാൻ. അപ്പോ ഗവൺമെന്റ് പറഞ്ഞു, ഇവിടേക്ക് പള്ളി ഉണ്ടാക്കാൻ പൈസ അയക്കണ്ട. അപ്പൊ ഇങ്ങനെ ഇപ്പോ ഞാൻ വേറൊരു കാനഡയിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ പറഞ്ഞു. ധാരാളം അഭയാർത്ഥികൾ സ്വീകരിക്കുന്ന രാജ്യമാണ് കാനഡ. അപ്പോ അവര് ഒരു വലിയൊരു വ്യവസായശാലയിൽ വലിയ ക്യാൻറ്റീൻ, ആ ക്യാൻറ്റീനിൽ പന്നിയിറച്ചിയുണ്ട്, പോത്തിറച്ചിയുണ്ട്, കോഴിയിറച്ചിയുണ്ട്, എല്ലാം. അപ്പൊ ഇവരൊരു നിവേദനം കൊടുത്തു, പന്നിയിറച്ചി അവിടെ വിളമ്പുന്നത് നിരോധിക്കണം. അപ്പൊ പ്രസിഡന്റ് ചോദിച്ചു, ഞങ്ങൾ ഇവിടെ പന്നിയിറച്ചി കഴിക്കുന്ന ആൾക്കാരാണെന്ന് അറിഞ്ഞോണ്ടല്ലേ നിങ്ങൾ അവിടെ ഇങ്ങോട്ട് പോകുന്നത്, നിങ്ങൾ പന്നിയിറച്ചി കഴിക്കണ്ട, എനിക്ക് വിളമ്പണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഞാൻ അവിടെ ഇരിക്കുന്നത്, ഞാൻ മാറി ഇരിക്കുന്നത്. മറ്റടുത്ത് വിളമ്പണ്ട എന്ന് പറഞ്ഞാൽ എന്താ? ജനാധിപത്യല്ലല്ലോ അത്, ഒരാളുടെ പൗരാവകാശത്തിന്റെ ഇടപെടൽ. അപ്പൊ ഈ തരത്തിൽ അനവധി കാര്യങ്ങൾ, ഇപ്പൊ ഈ മുഖം മൂടുന്ന പർദ്ദ, ഇതൊക്കെ കേട്ടോ നിരോധിക്കേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം. ഈ മുഖം മൂടുന്ന പർദ്ദ, കാരണം എന്റെ അടുത്ത് ബസ്സിൽ വന്നിരിക്കുന്ന ആൾ ആരാന്ന് എനിക്ക് അറിയണ്ടേ. അപ്പൊ പോട്ടെ, ഈ മറ്റേ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ഡോക്ടർ അടുത്ത് നിങ്ങൾ ചികിത്സയ്ക്ക് പോകും, അല്ല ഒരു എഞ്ചിനീയർ നിങ്ങളെ വീട്ടിൽ പണിക്ക് വിളിക്കും. അപ്പൊ മുസ്ലിം സ്ത്രീക്ക് സാമൂഹ്യ ജീവൻ നിഷേധിക്കണം അതിന്റെ കാര്യം. ഇതൊന്നും പോരാഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഈ ഇങ്ങനെ ഉള്ള ഒരു ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാണാതായി പരസ്യം കൊടുക്കാൻ പറ്റും? അങ്ങനെ ഉണ്ടാവുമല്ലോ.
അപ്പൊ ഇങ്ങനെ പരസ്യം കൊടുത്താൽ ഇന്ത്യയിൽ ഒരാളെ കിട്ടുള്ളൂ, അത് ഐശ്വര്യ റോയിയാണ്. അത് കണ്ടാ മനസ്സിലാവും. ഇത് മാത്രം. ഞാൻ ഫേസ്ബുക്കിൽ കണ്ടൊരു തമാശ, ഒരുത്തരം എഴുതിയിരിക്കുകയാണ്, ഭാര്യയുടെ ചിത്രമുണ്ട്, ഈ കരിഞ്ചാക്കിലാണ് ഭാര്യ. അപ്പൊ അതിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ എന്റെ ഭാര്യയെ മൊഴിയിൽ ഒരു പെണ്ണ് കെട്ടി, ഫോട്ടോ ഇത് തന്നെ മതി. ആണോ? അപ്പൊ ഇത് ഒരു മനുഷ്യാവകാശ പ്രശ്നമായിട്ട് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് നാണക്കേടുണ്ട് ഈ കോഴിക്കോട്ട് അങ്ങാടിയിലൂടെ, കൊച്ചിയിലൂടെ, വയനാട്ടിലൂടെ നടക്കുമ്പോ എന്റെ നാട്ടിലെ ഒരു സഹോദരി ഇങ്ങനെ മുഖം മൂടിയിട്ട് സ്വന്തം മുഖം തുറന്നു കാണിക്കാൻ അവകാശമില്ലാത്ത ഒരു സഹോദരി എന്റെ നാട്ടിൽ ജീവിക്കുന്നത് എന്നെ അങ്ങേയറ്റം നാണക്കേട്ടിലാക്കുന്നു. ഇവിടെ എന്താ വനിതാ മതിലുണ്ടാക്കി പിണറായി ഗവൺമെന്റ്, അതില് മുഖം മൂടിയിട്ട പെണ്ണുങ്ങൾ, സ്വന്തം മുഖം തുറക്കാൻ പോകുന്നില്ലാത്ത ആളാ പറയുന്നത് ശബരിമലയിൽ പെണ്ണുങ്ങൾ പ്രവേശനമാണ്. പിന്നെ ഇവിടുത്തെ 10,000-കണക്കിന് മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ച പെണ്ണുങ്ങൾ പ്രവേശനം ഇല്ലാണ്ടോ? അതാരുമുണ്ട്, അത് പറയാൻ പാടില്ല. അത് ഇസ്ലാമോഫോബിയ പറഞ്ഞു കേട്ടോ. ഇതാണ് ഇതിന്റെ തരക്കെട്. നിങ്ങൾ പൗരാവകാശത്തെ പറ്റി പറയുമ്പോൾ ക്രിസ്ത്യാനിയുടെ അടുക്കോ സ്കൂളുകളിലും ഇത് തന്നെയാണ് നമ്മളും പറയുന്നത്. നിങ്ങൾക്ക് ഇസ്ലാമിക രാജ്യമാണു വേണ്ടതെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ, നിങ്ങളെ സ്വീകരിക്കാൻ ഒരുപാട് രാജ്യങ്ങൾ സന്നദ്ധരായി നിൽപ്പുണ്ട്. നിങ്ങൾക്ക് പണം തരാൻ, ഫണ്ട് തരാൻ, പള്ളികൾ തരാൻ, സംരക്ഷണം നൽകാൻ, ഭക്ഷണം നൽകാൻ, എല്ലാത്തിനും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് പന്നിയിറച്ചി വേണ്ട എന്ന് പറഞ്ഞു. മറിച്ച് ആരും തിന്നാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഭീകരതയും തീവ്രവാദം. എനിക്കെന്റെ മതം അനുശാസിക്കും വിധം ജീവിക്കണം, ആയിക്കോ, എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്ന് നിർബന്ധം പിടിക്കല്ലേ സുഹൃത്തെ. അതിവിടെ നടപ്പില്ലെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വൈകിട്ട്